കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഖ്യസാനുക്കളിൽ വിത്ത് വിതയ്ക്കരുതേ വർഗീയ വിത്ത് വിതയ്ക്കരുതേ കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈഗയും നീളയും ഇന്ത്യതൻ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യതൻ ഐശ്വര്യഖനികൾ കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പ്രിയ സദസ്, ഞങ്ങളുടെ നാടകം കാണാനെത്തിയ മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സുസ്വാഗതം. അടുത്ത ബെല്ല് കേൾക്കുമ്പോൾ നാടകം ആരംഭിക്കും.
ഒരാൾ വെറും ഒരാളല്ല കേട്ടോ, സ്വന്തം ഭർത്താവ് ICUയിൽ മരിക്കാറായി കിടക്കുമ്പോ അതിന്റെ മുന്നിൽ ഇങ്ങനെ അന്തം വിട്ടിറങ്ങുന്നത് മര്യാദയാണ്? എടോ, നാട്ടുകാരും വീട്ടുകാരെ കണ്ട് എന്തോ വിചാരിക്കും. സൂസന്നെ, എഴുന്നേൽക്ക്. നേരം വെളുക്കാറായി. നമുക്ക് പോയി നല്ലൊരു ചായ കുടിക്കാം. വേണമെങ്കിൽ 2 കഷ്ണം ചൂട് പുട്ടുമാകാം. എന്താ, അത്യാസന്ന നിലയിൽ ആരെങ്കിലും ആശുപത്രി കിടപ്പുണ്ടെ വലിയൊരു സൗകര്യമുണ്ട് കേട്ടോ. എന്നും രാവിലെ പല്ല് തേക്കണ്ട, കുളിക്കണ്ട, വേണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ മാറണ്ട. എന്താ, ശരിയല്ലേ? സൂസന്നെ, എഴുന്നേൽക്ക്. തനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറക്കം നിന്നേന്റെയാ. ഈ ക്ഷീണം മാറാൻ നല്ലൊരു ഒറ്റമൂലിയുണ്ട്. എന്നും വൈകുന്നേരങ്ങളിൽ ഞാനും രമണനും കൂടി നടക്കാൻ ഇറങ്ങുമ്പോ സ്ഥിരം പതിവാ നമ്മുടെ ശശിയേട്ടന്റെ കടയിൽ നിന്ന് നല്ല തണുത്ത ഒരു നാരങ്ങ വെള്ളം. ആഹാ, ക്ഷീണം പമ്പ കിടക്കും. എന്താ, ഒന്ന് സംഘടിപ്പിക്കട്ടെ. തനിക്ക് ഈ ആശുപത്രി മുഴുവൻ പറന്ന് നടക്കാടോ. സംഘടിപ്പിക്കട്ടെ. പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമറക്കും. എന്താ പറ്റിയേ? ഞാൻ ആ ബെഞ്ചിൽ കിടന്ന് മയങ്ങിപ്പോയി. അച്ഛനോട് വന്നിരുന്നപ്പച്ച എന്നോട് സംസാരിച്ചു. എനിക്ക് തോന്നിയതാവും, അല്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളെങ്ങനെ ഇവിടെ? ഓൾ ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടേ? എന്നാലും എന്തിനാ അപ്പച്ച അച്ഛൻ ഇങ്ങനെ ചെയ്തത്? എന്നെ മോനെ ഓർത്തില്ലല്ലോ. എന്റെ അമ്മച്ചിയോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഉർവേശിന് ചെറിയൊരു അപകടം, അത്രയേ പറഞ്ഞുള്ളൂ. അറിഞ്ഞാൽ സഹിക്കാൻ കഴിയോ? എങ്ങനെ വളർത്തിക്കൊണ്ടു വന്നതാ? എന്ത് പാവം ചെയ്തിട്ട് കർത്താവ്? ഇതാരും പാപം ചെയ്തല്ലോ. എല്ലാം എന്റെ വിധിയാ, അനുഭവിച്ചല്ലേ പറ്റൂ. സമ്മതിക്കില്ല ഞാൻ. അങ്ങനെ ധാരാളിയായി ഒരുത്തനെ കയ്യിൽ വിട്ടിട്ട് പോയി. എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞത്? കേട്ടു, അനുസരിച്ചു. എല്ലാം നിന്റെ വാശി, അത് നടന്നു. 10 പൈസ സമ്പാദ്യമില്ലാത്തവൻ, ഒരു ജോലിയുമില്ലാത്തവൻ, പിന്നെ പറയാനായിട്ട് വലിയൊരു വീട്ടുപേരുണ്ട്, പൊന്നും തോട്ടത്തിൽ ഉർമീഷ്. എടേ, അവനെ കടമടിക്കാൻ കർത്താവല്ലാതെ ആരെങ്കിലും ഉണ്ടാ നാട്ടിൽ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പച്ച? ഒക്കെ ഞാൻ അനുഭവിച്ചോളാം. എന്നാലും എങ്ങനെയാ ഇത്രയ്ക്ക് കടം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവനെ വേറെ ഭാര്യ മക്കളുണ്ട്, അറിയാമോ? ഈ കടമൊക്കെ അവനെ എന്തിനു വരുത്തി വെച്ച്? എന്തിനു വേണ്ടി? ആർക്ക് കൊടുക്കാൻ? നിനക്ക് മോന് ജീവിക്കാൻ ഇത്ര കടം വരുത്തി വെക്കേണ്ട ആവശ്യമുണ്ടാ? എന്നാലും എന്റെ പൊന്നു മോളെ, നിനക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? നിന്റെ വസ്തു അവിടെ കാട് പിടിച്ച് കിടക്കിയില്ലേ? അത് നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അത് പോട്ടെ, അല്ലെങ്കിൽ ആ മില്ല് വിറ്റെങ്കിലും ഞാൻ അവന്റെ കടം വീട്ടുമായിരുന്നു. ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, അനുസരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വിഡ്ഢിയായി പോയില്ലേ ഞാൻ? പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ, ചോദിച്ചില്ല, മനസ്സ് വന്നില്ല. എന്നെ മോനെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നല്ലോ. ആര് വന്ന് എന്ത് ചോദിച്ചാലും ഉടനെ കൊടുക്കാമെന്ന് പറയും. അവന് പറയാമല്ലോ, പലിശക്കാരുണ്ടല്ലോ നാട്ടിൽ. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ലോൺ കൊടുക്കുന്ന ബാങ്കുകാർ. പിന്നെ അവനെന്താ 10 പൈസ കൈ മുടക്കണ്ട, വെറുതെ ഇരുന്ന് തിന്നുക. അത് തന്നെ എന്റെ കൊച്ചിന്റെ ഒരു ഗതിയാണ്. ചിറ്റപ്പന്റെ മകളുടെ കല്യാണത്തിന് 10 ലക്ഷം രൂപ 20 പവന്റെ ആഭരണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതാ ഇതെവിടെ നിന്നെന്ന്. ഒക്കെ നടക്കും സൂസന്നാന്ന് പറഞ്ഞ് ചിരിച്ചു. ആരാ സൂസന്ന ഉർമീസ്? ഞാനാ. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങും പോയി കളയരുത്, ഇവിടെ തന്നെ കാണണം കേട്ടോ. എന്തിനായിരിക്കും അപ്പച്ച ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്? എന്തിനായിരിക്കും? മോൾ വിഷമിക്കാതിരിക്കൂ, ഏതെങ്കിലും മെഡിസിൻ മാറ്റി കൊടുക്കുന്ന കാര്യം പറയാനായിരിക്കും. നേരം എടുത്തു. മോൾക്ക് ചായ വേണോ? അപ്പച്ചൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട അപ്പച്ച, ഡോക്ടർ വന്ന് പോയിട്ട് മതി. അല്ല, നേരം വെളുത്തില്ല അപ്പച്ച, മോനെയും ഇതുവരെയും കണ്ടില്ലല്ലോ. അവൻ വരും, വല്ല ട്രെയിനിലോ ബസ്സിലോ വേണ്ടേ വരാൻ മോളെ. നീ വിഷമിക്കാതെ. അല്ലേ? ഞാൻ ഡോക്ടർ എലിയാസ് മാത്യു. ഇന്നു മുതൽ ഉറുമീസിനെ നോക്കുന്നത് ഞാനാണ്.
അല്ല, ഇന്നലെ വരെ മത്തായി ഡോക്ടർ ആയിരുന്നല്ലോ. ഡോക്ടർ മത്തായി കുറച്ച് ദിവസം ലീവിലാണ്. ഇതാരാണ്? കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഞാനൊന്ന് സംസാരിക്കട്ടെ. പറയൂ സൂസന്ന, ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ ചെയ്യാനും മാത്രം ഉറുമീസ് ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളാണോ? ഒരിക്കലും ഇല്ല ഡോക്ടർ. പിന്നെ നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ മറ്റോ? ഒന്നുമില്ല ഡോക്ടർ. ആര് വന്ന് എന്ത് ചോദിച്ചാലും ഒന്നും ആലോചിക്കാതെ കൊടുക്കാമെന്ന് പറയും. അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരിടത്തുനിന്ന് കടം മേടിക്കും. അതിന് സഹിക്കാൻ പറ്റി കാണില്ലായിരിക്കും. അത് പെരുകി പെരുകി വലിയ കടമായി തീർന്നു. ഓഹോ, അപ്പോൾ സാമ്പത്തിക ബാധ്യതയാണല്ലേ ഉറുമീസിന്റെ അവസ്ഥയ്ക്ക് കാരണം? പക്ഷേ കടബാധ്യത വന്നവരെല്ലാം മിസ്റ്റർ ഉറുമീസിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആട്ടെ, നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? ഒരു മോനേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിൽ പഠിക്കുക. വെരി ഗുഡ്. അപ്പോൾ ആളിവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ശരി, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഉറുമീസിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഓക്കെ. അഗ്നി നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും ദുഃഖഭൂമിയിൽ പാന്തന്മാർ നമ്മൾ. ഇവിടെ മനുഷ്യനെ വിഴുങ്ങുവാനെത്തുന്നു പണമെന്ന ഘോരമാം സർപ്പം. പണമെന്ന ഘോരമാം സർപ്പം. അഗ്നി നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും ദുഃഖഭൂമിയിൽ പാന്തന്മാർ നമ്മൾ. ഡോക്ടർ എങ്ങനെയുണ്ട്? മെഡിസിനുകളോട് അയാളുടെ ബോഡി പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഉറുമീസ് ജീവിക്കുന്നത് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്താലാണ്. അതിൽ നിന്നും മാറ്റിയാൽ ഒരു പക്ഷേ ഉറുമീസ് മരിക്കും. ഒരു വഴിയുമില്ല ഡോക്ടർ. പണം എത്ര വേണമെങ്കിലും ചെലവാക്കണം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകണം. മറ്റെവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഉഗ്രമായ വിഷം അയാൾ ലിക്വിഡിൽ മിക്സ് ആണ് കഴിച്ചിരിക്കുന്നത്. സ്റ്റൊമക് കംപ്ലീറ്റ് ഡാമേജ്ഡ് ആണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ഉറുമീസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റേണ്ടതായി വരും. അതിന് നിങ്ങളുടെ ഒരു കൺസെന്റ് വേണം. സമ്മതിക്കില്ല ഞാൻ. വയസ്സായവർക്ക് തൊഴിലോട്ട് എന്നാണോ? അപ്പച്ചാ, അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിലും കാര്യമുണ്ട്. സമ്മതം ഡോക്ടർ. ആ ഫയൽ കൊണ്ടുവരും. താങ്ക് യു മിസ്സിസ് ഉർമീസ്. പിന്നീട് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലായി ഇതിനെ കണ്ടാൽ മതി. വെന്റിലേറ്ററിൽ നിന്നും ഉർമീസിനെ മാറ്റിയാൽ 10 സെക്കൻഡ് മാത്രമേ അയാൾ ജീവിക്കൂ. 10 സെക്കൻഡ് കഴിഞ്ഞ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കർത്താവേ. ശ്രീലക്ഷ്മി, നീ പോകാറായോ? എനിക്ക് പോകാൻ നേരമായി കൊച്ചമ്മ. അച്ഛന്റെ പ്രസംഗം കേൾക്കാനേ നല്ല രസമായിരുന്നു. അതുകൊണ്ടേ ഇത്തിരി വൈകിപ്പോയി മോളെ. കൊച്ചമ്മ, പാൽക്കാരൻ വന്നില്ല, കട്ടന. പിന്നെ പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ കൊച്ചമ്മ. അല്ല, നിനക്ക് പൈസ വല്ല ആവശ്യമുണ്ടോ? വേണ്ട, ശനിയാഴ്ച മതി. അച്ചായോ, അച്ചായോ, ദാണ്ടെ പത്രം വന്നേ. കുളി കഴിഞ്ഞില്ലേ? കോഴക്കൊടുങ്കാറ്റ്. ഓ, ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളു ഇവിടെ. അച്ചായോ, അച്ചായോ.
ചായ. പാല് വന്നിട്ടില്ല അച്ചായോ, കട്ടൻ മതിയോ? മതിയടോ, കട്ടനെങ്കിൽ കട്ടൻ. ചെറുക്കൻ വിളിച്ചിട്ട് 2 ദിവസമായി. ഞാനിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അച്ചായനെങ്ങാനും വിളിച്ചായിരുന്നു അവനെ? ഇല്ല, വിളിച്ചില്ല. അവന് പഠിക്കാനും മറ്റുള്ള തിരക്ക് കാണില്ലേ. നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ. എല്ലാ ദിവസവും മുടങ്ങാതെ വിളിക്കുന്ന ചെറുക്കനാ. എന്ത് പറ്റിയാവോ? എനിക്ക് പേടിയാവും നിന്റെ അച്ചായ. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെറുതെ BP കൂട്ടണ്ട. അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെ കിടന്ന് ആദ്യ പിടിക്കാൻ. എന്റെ കർത്താവേ, എന്റെ കൊച്ചിനെ കാത്തോണേ. ദേ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ആ രമണനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇന്നലെ രാവിലെ ഒരു അത്യാവശ്യത്തിന് പറഞ്ഞു വിട്ടതാ അവനെ. എവിടെ പോയി കിടക്കണാവോ പണ്ടാരം പിടിച്ചവൻ. ആ പോഴയും ചോന്നും നടക്കണ അച്ചായനെ പറഞ്ഞാ മതിയല്ലോ. ഹേയ്, അവൻ നല്ലവനാ സൂസന്നെ. ഇത്തിരി മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എങ്കിലും നമ്മോടും നമ്മുടെ കുടുംബത്തോടും നന്ദിയും ആത്മാർത്ഥതയുള്ളവനാ രമണൻ. അച്ചായൻ വാ കഴിക്കാം, അവൻ വരുമ്പോ വരട്ടെ. ആ, എന്നതാടി കഴിക്കാൻ? പുട്ട്, കടല, ലക്ഷ്മി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്. ഹലോ, ആ ഞാൻ മരണനാണ്, രമണനാണ്. ആ മോയിലാൾ ഇത് എവിടെയാണ്? ഇതെന്താണ് ഇവിടെ ഈ അലങ്കോലൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഇട്ടണം? ഇതൊക്കെ ഇവിടെ കൊണ്ടെന്ന് വെച്ച് മോലാളി ഇത് എവിടെയാണ്? ചായ കുടിക്കണം എന്റെ മോന് മോലാളി. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പോയപ്പോ തുടങ്ങി പച്ച വെള്ളം കഴിച്ചിട്ടില്ല. വിശന്നിട്ടാണ് കണ്ടില്ല, വരെ മേലോട്ടാണ് കയറി പോണത്, അറിയാമോ? എന്നിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കണം. കട്ട് ചെയ്ത് ഇത് എവിടെ പോയി കിടക്കുകയാണാവോ? ഇവിടെ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് വിളിച്ചത്? കഴുതേ, എന്റെ കാശ് കളയണം. മുതലാളി അങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ രമണന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം? എന്തൊരു ഉത്തരവാദിത്തം. എടാ, ഇന്നലെ രാവിലെ പറഞ്ഞു വിട്ടാണ് നിന്ന. നീ ഇത്ര നേരം ഇവിടെ പോയി കിടക്കണേ ഇരുന്നടാ. മുതലാളിയുടെ അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിരട്ടക്ക് തീ പിടിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനേ എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളു. നിന്റെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ എന്തെങ്കിലും തീരുവാടാ? തീരൂല മുതലാളി. മുതലാളിയുടെ കൂടെ അല്ലേ ഞാൻ നടക്കണത്. എടാ രമണ, ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണ്. അതെ, നീ ഇത് ആകാശത്തിലെ പറവകളെ നോക്കിയേ. അവർ വിതക്കണമില്ല, കൊയ്യണമില്ല. അതെ, ആകാശത്തിലെ പറവകള് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോണൊന്നും എടുത്തിട്ടില്ല. അമ്പടാ, നീ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കൊടുത്തത്. എടാ, നമുക്ക് അടിയന്തരമായിട്ടൊരു ലോൺ സംഘടിപ്പിച്ചേ പറ്റൂ. എന്റെ പൊന്നു മുതലാളി, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബാങ്ക് തുടങ്ങട്ടെ, അന്ന് നമുക്ക് ഒരു ലോൺ എടുത്തിരിക്കും ഞാൻ ജാമ്യം. എന്താണെന്ന്? മുതലാളി, കേരളത്തിന്റെ അങ്ങറ്റം തുടങ്ങി ഇങ്ങറ്റം വരെയുള്ള എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കഴിഞ്ഞു. ഇപ്പൊ നാട്ടുകാര് പറയണതേ മുതലാളിയുടെ പേര് മാറ്റിയിട്ട് ലോണപ്പം മുതലാളി നാക്കണമെന്ന്. മതിയടാ, നിർത്തണം നിന്റെ പ്രസംഗം. നീ പോയ കാര്യം എന്താണ്? അവരെന്താണ് പറയണത്? കടമുറികൾ ഒഴിഞ്ഞു തരണമെന്ന് നീ പറഞ്ഞില്ലേ? 2 ലക്ഷം രൂപ മാസ വാടക കിട്ടുന്നതാ. എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് നീ കടുപ്പിച്ച് പറഞ്ഞില്ലേ? കടുപ്പിച്ച് തന്നെ പറഞ്ഞു മുതലാളി. അതാണ്, ഞാനല്ല അവര്. ഈ ജന്മത്ത് കടമുറികൾ ഒഴിഞ്ഞു വരുന്ന പ്രശ്നമില്ലെന്ന് പോയി പറയടാ എന്ന് എന്നോട് പറഞ്ഞു. എന്റെ തമ്പുരാനെ, മാർക്കറ്റിലെ കടമുറികൾ ഉടനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ സംഗതികളാകെ താളം തെറ്റുമല്ലടാ. എന്താടാ രമണ ഇനി ഒരു വഴി? അതിന് ഒരൊറ്റ മാർഗമുള്ളൂ മുതലാളി. വേഗം പറയടാ. നമുക്കതിന്റെ ബോംബ് വെച്ചങ്ങോട്ട് തകർത്താലോ? എന്ത് വിവരക്കേടാണ് നീ പറയണത്? ഇടാ, അതിന്റെ മുകളിലല്ലേ ജില്ലാ സഹകരണ ബാങ്ക്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരൊറ്റ വെടിക്ക് 2 പക്ഷി. കടമുറികൾ ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യും, ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അടയ്ക്കുകയും വേണ്ട. എങ്ങനെയുണ്ട് എന്റെ ഭാരബുദ്ധി? ഒരൊറ്റ ചവിട്ടം കൊച്ചുണ്ടല്ലോ, മുറ്റത്തോട്ട് പോയി കിടക്കുന്നു. എടാ, ഇമാതിരി മണ്ടത്തരങ്ങളും മേലാ നീ എഴുന്നള്ളിച്ച ആ നിമിഷം നിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ എടാ മേടിച്ചാ കൊടുത്ത് പഠിക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ള മുതലാളി. മേടിച്ചാ കൊടുക്കാൻ പഠിക്കും. ആരാണ് നോക്കിയടാ? കാശ് കൊടുക്കാനുള്ള വല്ലതാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറ. ഒരു അന്തസ്സുള്ള ഭാരം ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പണിയായി. ആരാടാ?
തമ്പുരാനെ ചിറ്റപ്പനും ആ എന്ത് പറ്റിയിട്ടാണോ ഇപ്പൊ ഈ വരവ്? ഏയ്, ഒന്നും പറ്റി കാണൂല. അയാൾക്കൊരു മോളില് ഒരു കോങ്കണ്ണി എന്നെ ഇങ്ങോട്ട് നോക്കിയാല് മുതലാളിനെ നോക്കണ പോലെ ഇരിക്കും. ആ അതിന്റെ കല്യാണമായിട്ടുണ്ടാകും. വല്ല പിരിവിന് വല്ലതും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ അടിച്ചു വച്ചിരിക്കല്ലേ, അലമാരി നിറച്ചാണ് പൂത്ത പണോ. നിർത്തടാ, നീ എങ്ങോട്ടാണ് ഈ കേറി കേറിക്ക് അങ്ങോട്ട് പോണത്? എടാ എന്ത് വേണോന്ന് എനിക്കറിയാടാ. എന്തൊക്കെയാണേലേ എന്നെ കുറെ എടുത്തു നടന്നിട്ടുള്ള ആളാ, അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. എന്താ ചിറ്റപ്പ ഇവിടെ തന്നെ നിന്നോളെ? വാ കേറി പോരെ. മേലിൽ ഇവിടെ വഴിയില്ലെന്നും ഈ പടി ചവിട്ടിൽ നിന്നും ഉറപ്പിച്ച അന്ന് ഇവിടെ നിറങ്ങി പോയത് വരേണ്ടി വന്നു. എന്റെ ഗതികേട്. ആ എല്ലാം കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളാണ്. വെറുതെ കർത്താവിനെ കൂട്ടുപിടിക്കേണ്ടത്, വെറുതെ ആവശ്യമില്ലാത്ത ശബ്ദവും ചെയ്യണ്ട. അതുകൊണ്ടല്ലേ ഇവിടെ കിടന്നിങ്ങനെ പരിങ്ങണത്. നീ ആ കുട്ടിശങ്കരന്റെ മകനല്ലേ? അത് തന്നെ. നിന്റെ അച്ഛൻ എന്തായിരുന്നു പണി? അച്ഛനങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പണിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഒരു മഹത്തായ വചനം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നേ. അതായത് ഈ വല്ലവനിൽ നിന്നും ഇങ്ങോട്ട് എടുത്ത് ഇല്ലാത്ത എനിക്ക് തരും. അതെ, ഞങ്ങളുടെ നാട്ടിൽ അതിന് കളവെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കളവെന്ന് തന്നെയാണ് പറയണത്. അല്ല മുതലാളി? ആ അദ്ദേഹം മരിച്ചത് എങ്ങനെയാ നീ തന്നെ പറ. ഈ കാണുന്ന നാട്ടുകാര് പട്ടിയെ തല്ലിക്കൊല്ലണ പോലെ അല്ലേ എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നത്. അന്ന് എനിക്ക് 4 വയസ്സായിരുന്നു പ്രായം. പ്രതികാരം ചെയ്യാൻ എനിക്കന്ന് പ്രാപ്തി ഇല്ലായിരുന്നു. വേണ്ട, കളവിന് നാട്ടുകാർ വിളിച്ച് തല്ലിക്കൊന്നവന്റെ മകൻ പൊന്നും തോട്ടത്തിൽ മുതിർന്നവർ സംസാരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നോടാ. കടന്നുപോടാ, കടന്നുപോടാ. മുതലാളി പോടാ, പുറത്തു പോ. അവനെ പറഞ്ഞു വിട്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനും ഒരു പരിധിയുണ്ട്. അതറിയാതെ പോകുന്നതിന്റെ കുഴപ്പം നിന്റെ ജീവിതത്തിൽ ആകമാനമുണ്ട്. അല്ല ഇറ്റപ്പ, രമണൻ എനിക്ക് സ്വന്തം മകനെ പോലെയാ. രാവും പകലും എന്റെ നിഴലായി കൂടെ നടക്കുന്നവനാ. ഒരു പൈസയും പ്രതീക്ഷിച്ചല്ല, എന്ത് കൊടുത്താലും വാങ്ങും. അങ്ങനെ പ്രത്യേകിച്ച് ശമ്പളമോ കണക്കോ ഒന്നുമില്ല. ഇവിടുത്തെ ഒരു അംഗം തന്നെയാണ് അവൻ. അകത്ത് സൂസനേക്കാണേലും അവനെ വലിയ കാര്യ. അത് കുഴപ്പമാവേ. ഇവനെയൊക്കെ കൃത്യമായ കണക്കിൽപ്പെടുത്തി കൊടുക്കണം. കടപ്പാട് കാണിച്ച തലേക്കേറി ഞെരങ്ങും. ആ അത് പോട്ടെ, അവന്റെ കാര്യം പറഞ്ഞ് നമ്മളെന്തിനാ വെറുതെ കലയിക്കുന്നേ? ഇനി ഇവിടെ വരില്ല എന്ന് പറഞ്ഞ അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും എൻ്റെ മനസ്സിനൊരു വിഷമം. നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവനെ ഞാൻ. അതൊക്കെ മറന്നിട്ട് എനിക്ക് പോകാൻ പറ്റുവാടാ. ഞാനന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ചിറ്റപ്പൻ കേട്ടില്ല. അതല്ലേടാ ഞാൻ തിരിച്ചു വന്നത്. നമ്മളെന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാ. ആ അവളെന്തേ? അകത്തുണ്ട്. ആ ഞാൻ വിളിക്കാം. സൂസന്നോ, ചിറ്റപ്പനാടി. എന്റെ കർത്താവേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? കെട്ടിക്കൊണ്ട് വന്നപ്പോ നൂലുപോലിരുന്ന പെങ്കൊച്ച ഇപ്പതേ കെട്ടുവള്ളം പോലെയായി. ഇതെന്നാ പറ്റിയടാ? അവള് മെലിയാനുള്ള മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയല്ലയോ? അതെന്തായാലും നന്നായി. ഓ നല്ല ചൂടുള്ള ചായ. ആ മോളെ, ചുറ്റപ്പം വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ. സിസലി മോൾക്ക് ഒരു ആലോചന. അങ്ങ് കുമളിന്ന കഴിഞ്ഞ ആഴ്ച അവര് കണ്ടേച്ചു പോയി. ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നാ ബ്രോക്കർ പറഞ്ഞത്. അല്ല, കുമ്മളിയിൽ ഏത് തറവാട്ടുകാര്? അവിടെയല്ലേ എന്റെ ചിറ്റമ്മയുള്ളന്ന്? എന്റെ കൊച്ചേ, അതൊക്കെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. വലിയ വലിയ തറവാട്ടിൽ നിന്നൊക്കെ മോഹിക്കാൻ പറ്റുമോ? നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാ പോലെ. ചെറുക്കൻ എന്താ ചിറ്റപ്പ ജോലി? ആ ജീപ്പ് ഡ്രൈവറാ മോളെ. കുന്നംകുളം നമ്മുടെ കട്ടപ്പന കുമള റൂട്ടിൽ ഓടുവാൻ. ഡ്രൈവറോ? എന്താ ചിറ്റപ്പ ഇത്? ഇത്രയൊക്കെ ക്ഷയിച്ചു പോയോ നമ്മുടെ കുടുംബം? ആ നിനക്ക് അത് പറയാം. ഇത് തന്നെ ഒപ്പിക്കാൻ പറ്റ പാടേ എനിക്ക് അറിയും. അല്ല ഇറ്റപ്പ, അവള് BA വരെ പഠിച്ചതല്ലേ, ഇതിലും നല്ല കാര്യം അവൾക്ക് കിട്ടുമായിരിക്കും. അതേ മോളെ, അവള് BA വരെ പഠിച്ചതാ. പക്ഷേ കൊടുക്കാൻ തെമ്പടി വേണം. 10-20 ചോദിച്ച ചിറ്റപ്പൻ എവിടെന്ന? റബ്ബറിന്റെ വില ഓരോ ദിവസവും താഴോട്ട് പോരുക. നിങ്ങൾ ഈ ടൗണിൽ കഴിയുന്ന കൊണ്ട് ഗ്രാമത്തിന്റെ കഥയൊന്നും അറിയില്ല. ഈ വന്ന കാര്യം തന്നെ. സൂസന്നെ, നിങ്ങൾ എന്നെ ഒന്ന് അറിഞ്ഞു സഹായിച്ചാലേ പറ്റൂ. ഇതാണ് ചിറ്റപ്പന്റെ കുഴപ്പം. ഒറ്റയ്ക്കാണെന്ന വിചാരം.
ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ ചിറ്റപ്പ ഉറപ്പീര്. എന്റെ തോളെ എന്ന് മാറ്റാതെ വളർത്തിയ കൊച്ച. അവളുടെ കല്യാണം എങ്ങനെ വേണമെന്ന് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അല്ല ഉറപ്പീസേ, നിന്നെ ബുദ്ധിമുട്ടിട്ടുണ്ടല്ല എന്ന് കരുതിയാ. ഇത് കള ചിറ്റപ്പ. എന്നിട്ട് നല്ലതൊരെണ്ണം, അതായത് നമ്മൾ പൊന്നും തോട്ടത്തുകാരുടെ അന്തസ്സിന് പറ്റിയതൊരെണ്ണം നോക്ക്. ഒരു 10 ലക്ഷം രൂപയും 20 പവന്റെ ആഭരണങ്ങളും ഞങ്ങളും കൂടെ തരും. അല്ലയോടി സൂസന്നെ? നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കും, ഞാനും നോക്കാം. കല്യാണം നമുക്ക് അടിച്ച് പൊളിച്ച് നടത്താൻ ചിറ്റപ്പ. ഞാനല്ലേ പറയുന്നത്? എങ്ങനെയാണ് ഞാൻ നിന്നോട് ഇതിന് നന്ദി പറയുന്നത്? ഓ, ഏറ്റവും മോന് ഭാഗ്യം ചെയ്തു. അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇതെന്റെ കടമയല്ലേ ചിറ്റപ്പ? അവളെന്റെ മകള് തന്നെയല്ലേ? പിതാവേ, ഞാൻ ഈ പടികളിൽ വന്നപ്പോ ഒന്നും പ്രതീക്ഷിച്ചില്ല. നീ എനിക്ക് കൈ നിറയെ തന്നു. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പറഞ്ഞറിയാൻ പറ്റാത്ത അവസ്ഥ. എന്റെ മോളിൽ അറിയുമ്പോ അവർക്ക് സന്തോഷമാകും, ഒരുപാട് ആശ്വാസമാണ്. പോട്ടെ മകളെ, ആനന്ദ കണ്ണീര, സന്തോഷം കൊണ്ടാ, സന്തോഷം കൊണ്ടാ. കാലത്തെ തന്നെ എടുത്താപ്പൊങ്ങാത്തൊരു സംഭാവന അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ മോനാളി സിദ്ധാർത്ഥനായി. എടാ, സിദ്ധാർത്ഥനും സിദ്ധിക്കലാലൊന്നുമല്ല, കൃതാർത്ഥൻ. അങ്ങനെ പറയുമോ? എടാ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴുള്ളൊരു തൃപ്തി അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അനുഭവിച്ച് തന്നെ അറിയണം. അതെ അതെ, അനുഭവിച്ച് തന്നെ അറിയണം. ഇങ്ങനെ പോയാലുണ്ടല്ലോ ഈ മോലാളി അനുഭവിച്ച് തന്നെ അറിയും. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് തന്നെ. വെള്ളം 1 2 കൊടുക്കണ്ടേ? 10 20 ഇവിടെ അടിച്ചു വെച്ചിരിക്കല്ലേ. എന്നെ കൂടെ പറയിപ്പിക്കലേട്ടാ ചായ. കൊച്ചമ്മ പറഞ്ഞത് കേട്ടല്ല. എവിടെന്ന് എടുത്തു കൊടുക്കാനോ? ഇനിയെങ്കിലും കൊച്ചമ്മയോട് സത്യം തുറന്ന് പറയാൻ പാടില്ലേ? പാടില്ല രമണ, അവരെ വേദനിപ്പിക്കാൻ വയ്യടാ. ചോദിക്കുന്നത് എന്തും വാരിക്കോരി കൊടുക്കുന്ന ഒരു രാജാവിനെ പോലെ അവരെന്നെ കാണുന്നു. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. സത്യം അറിഞ്ഞ അവരൊക്കെ വല്ലാതെ വിഷമിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. മുങ്ങിത്താട് കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് ഉർമീസ് മുതലാളി എന്ന് എന്റെ ഭാര്യയും മകനും അറിഞ്ഞ പിന്നെ ഞാനില്ലടാ. കട എത്ര ഉണ്ടെന്നാ? എല്ലാരും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ ഈ കാണുന്ന 4.5 ഏക്കർ വയലും ഈ വീടും ഈ പറമ്പും അത് വിറ്റപ്പോൾ തികയില്ല മുതലാളി. പൊന്നും തോട്ടത്തിൽ ഉർമീസിന്റെ ജീവിതം ഒരു തമാശയാണ് അല്ലയോടെ രമണ? ജീവിതം ഒരു ഒഴുക്കാടാ. എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനം വരെ നീന്താൻ ഒക്കുകയല്ല. ചിലതൊക്കെ ഇടക്ക് കൈവിട്ടു പോകും. അപ്പൊ മറ്റു ചിലത് നാം അറിയാതെ കയ്യിൽ വന്ന് ചേരും. എന്റെ ടോണി മോൻ പഠിത്തം കഴിഞ്ഞ് വന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരൂടാ. അവനെ കൊണ്ട് നല്ല ഉയർന്ന ഒരു തറവാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. ഒക്കെ നടക്കും. കർത്താവ് അങ്ങനെ എന്നെ കൈവിട്ട് കളയൂ? എന്റെ സൂസനയുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കാതെ പോവാണ്. മുതലാളി, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തിന്നണം. ഇഡലിയൊക്കെ അവിടെ ഇരിപ്പില്ലേ? ഇവിടെയുള്ള വഴിയൊക്കെ അറിയാമോ അപ്പച്ച? വാപ്പച്ച കയറിയിരിക്കും. അങ്ങനെ ഇരിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ കൊച്ചിനെ ഒന്ന് കാണണം, വിശേഷം അറിയണം, സുഖമാണോ എന്ന് ചോദിക്കണം, ഉടനെ തിരിച്ചു പോകണം. അല്ലാതെ നിന്റെ വീട്ടിൽ ഈ വഴിക്ക് പച്ചവെള്ളം കുടിക്കണം, അത് കട്ടായം. എന്താ അപ്പച്ച സ്വന്തം മകളുടെ വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ പോകുന്നത് സത്യക്രിസ്ത്യാനികൾക്ക് ചേർന്ന പണിയാണോ? നീ എന്നെ സത്യപ്രമാണം പഠിപ്പിക്കാൻ നോക്കിയാണോ? എടാ, സത്യക്രിസ്ത്യാനികൾക്ക് പറ്റിയ പണിയാണോ നീ ചെയ്യണത്? എടാ, കടം മേടിക്കാം, അത് അന്തസ്സുള്ളവരോട്. ഞാനുമായിട്ട് കേസ് പറയുന്ന ചാണ്ടിക്കുഞ്ഞിനോട് നീ 1 ലക്ഷം രൂപ കടം കൊണ്ടില്ലേ? ഓ, അവ പറയുന്നത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. മനുഷ്യരാവുമ്പോ കടം കൊള്ളും,
ഉള്ളപ്പോ തിരിച്ചു കൊടുക്കും. ഇതൊക്കെ എല്ലാ കാലത്തും കഥയുള്ള കാര്യങ്ങളല്ലേ. ഇതിലെന്താണ് ഇത്ര പുതുമ? ആഹാ, നിനക്ക് പുതുമയിലായിരിക്കും. നീയേ എന്റെ മകളുടെ കെട്ടിയോനാണ്. ഞാനുമായിട്ട് അതിർത്തി തർക്കമുള്ളവനോടാണ് നീ കടം കൊണ്ടത്. അപ്പൊ അവന്റെ മുമ്പിൽ നിന്റെ അമ്മായി അപ്പനായി ഞാൻ ആരായി പറയണ? മാർക്കറ്റിലെ കടമുറികൾ മാത്രം നോക്കി നടത്തിയാൽ പോരെ നിനക്ക് ഈ കുടുംബത്തിന് കഴിയാൻ? അതെങ്ങനെ? ഒരു പണിയെടുക്കൂല, വെറുതെ ഇരുന്ന് തിന്നണം. എന്റെ കൊച്ചിന്റെ ഒരു ഗതികേട്. അപ്പച്ചാ, അപ്പച്ചനെ പോലെ. ആ, ഞാൻ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു. ഉമ്മർത്തെ സംസാരം കേട്ട് ഞാൻ ആരാന്ന് നോക്കാൻ വന്നതാണ്. അമ്മച്ചിക്കൊക്കെ സുഖാണോ? അച്ചായ, അച്ചായൻ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ അപ്പച്ചൻ വന്ന കാര്യം. ഏയ്, അപ്പച്ചനിപ്പോ വന്നേലടോ. തന്നെ കാണാനെന്ന പേര് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എന്നെ കാണാനും ഉപദേശിക്കാനും ആണി വരവ്. തൊണ്ട വരണ്ട് കാണും. നീ നല്ല കടുപ്പത്തിൽ ഒരു ചായ കൊടു. ചായ കുടിച്ചേച്ചും പോയാ മതി. ചായ വേണ്ടത് ഞാൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞതാണ്. എന്റെ കൊച്ചിനെ ഒന്ന് കാണണം, സുഖമാണോ എന്ന് ചോദിക്കണം, ഉടനെ തിരിച്ചു പോകണം. എന്താ അപ്പച്ച എപ്പോ കണ്ടാലും ഈ കീരിയും പാമ്പും പോലെ ആണല്ല. ദേ അച്ചായം കെട്ടിട്ട് എത്ര കൊല്ലമായിന്നാണ്? 10-30 കൊല്ലം കഴിഞ്ഞ്. ആര് കെട്ടി? എന്റെ പൊന്നു മോളെ, എന്റെ അവളുടെ ഹൃദയത്തിൽ പറിച്ചു കൊണ്ടുവന്നതല്ലേ. ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പശുവും ചത്ത് മോളുടെ പുളിയും പോയി. എന്റെ മോളെ അവൻ കാര്യമായിട്ട് നോക്കുന്നുണ്ടോ? ചെറുക്കിന്റെ ഫീസൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ? ആ, അവസാന വർഷമാ, സൂക്ഷിക്കണം. ഒരു കഥയും ഗുണവുമില്ലാത്തതിനാ ഒരു അതുകൊണ്ട് അപ്പച്ചനൊരു വേവലാതി. അപ്പച്ച, അച്ചായനെ ഞങ്ങളെ പൊന്നു പോലെയാണ് നോക്കണം. എന്നെ മോനെ എന്ത് ഇഷ്ടാണെന്ന് അറിയാവോ? ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും അപ്പൊ ഉടനെ നടത്തി തരും അപ്പച്ചത്. കുറിച്ച് വിറ്റിട്ട് ആ തുക ഞാൻ മോളുടെ അക്കൗണ്ടിൽ ഇട്ട് തരട്ടെ. ഏത് കാര്യത്തിനും അവന്റെ നേരെ കൈ നീട്ടണ്ടല്ലോ മോള്. കഴുത്തേലും കയ്യിലും കാണുന്ന സ്വർണം തന്നെയാണ്. ഇതെല്ലാം സ്വർണം തന്നെയാണ് അപ്പച്ച. ടോണിമോന്റെ ഫീസ് അടക്കുന്ന സമയം വന്നപ്പോഴേ ഞാൻ ചോദിച്ചതാണ് ഇതൊക്കെ വിൽക്കാന്ന്. വേണ്ടാന്ന് പറഞ്ഞു. കടമുറിന്ന് നല്ല വരുമാനം ഉണ്ടെന്ന്. കടമുറി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കടമുറി ഓൾക്കിപ്പോ ഈ കാശിന് വല്ല ആവശ്യമുണ്ടോ? അമ്മച്ചി പ്രത്യേകം പറഞ്ഞാ വിട്ടത് എന്റെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടേ പോരാവൂ. പിന്നെ ഇവിടെ എന്ത് കിട്ടിയാലും കടലിൽ കായം കൽക്കുന്ന പോലെയാണല്ലോ. അത് നിന്റെ അമ്മച്ചിക്ക് അറിയോ? ഈ അപ്പച്ചൻ പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിപ്പൊ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല അപ്പച്ച. ദേ അമ്മച്ചിനെ കണ്ടിട്ട് എത്ര നാളായി, കാണാൻ കൊതിയാവുന്നു. അമ്മച്ചിനെയും കൂടി കൂടെ കൂട്ടാറുന്നു അപ്പച്ചൻ. തീരെ സുഖമില്ല മോളെ. കാലിന്റെ വേദനയാണെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നുകൂടെ? അമ്മച്ചിയെ കാണാമല്ലോ. നല്ല കാര്യായി. ഇവിടെ അച്ചായന് ഞാനില്ലാതെ ഒന്നും നടക്കൂല. രാവിലെ പത്രം, ചായ, ഉടുപ്പ് എല്ലാത്തിനും കൂടെ കൂടെ തന്നെ ഞാൻ വേണം. അല്ല അപ്പച്ചൻ വന്നിട്ട് കൊറേ നേരമായില്ലേ? ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാട്ടോ അപ്പച്ചനെ. അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ഓടനുസരിക്കാൻ പഠിച്ചു. അപ്പത്തിന് സന്തോഷമായി, തൃപ്തിയായി. അങ്ങനെ വേണം. പക്ഷേ എന്റെ മോളുടെ ജീവിതത്തിൽ ഒരു അപകടം പതിയപ്പെട്ടു. അതിനെ അതിജീവിക്കാൻ എന്റെ മോൾക്ക് കർത്താവ് ഇടവരുത്തിട്ടു. പട്ടുതൂവാലയിൽ ദുഃഖമേ നിൻമുഖം മറയ്ക്കുന്നു ഞാൻ. നിസ്സഹായതേ എൻ സ്വപ്നസാക്ഷിയായി ഗദ്ഗദത്തെ കുരിശിൽ തറച്ചു. പിന്നല്ലാതെ എത്ര നാൾ കൂടി അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വന്നത്? അപ്പോഴൊക്കെ മഴക്കുണ്ടാക്കി പറഞ്ഞില്ലേ ഒരു കപ്പ് കാപ്പി കൊടുക്കാനോ ഒരു ഉരുള ചോറ് കൊടുക്കാനോ കഴിഞ്ഞു എനിക്ക്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലടോ. അദ്ദേഹം വന്നത് തന്നെ എന്നോട് വഴക്കിടാനാ. അതല്ലേ ഞാൻ അകത്തേക്ക് പോയി. എപ്പോ കണ്ടാലും
കീരിയും പാമ്പും പോലെയാ അച്ഛേ. സ്നേഹത്തിലൊക്കെ പെരുമാറേണ്ടതല്ലേ. അപ്പച്ചൻ എന്നെ കാണാൻ വന്നതല്ലായിരുന്നു. ഞാനൊരു സന്തോഷക്കുറവും കാണിച്ചില്ല. പക്ഷെ അദ്ദേഹം വന്നത് എന്നെ ഉപദേശിക്കാനാണ്. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കാതിരുന്നത്. കുട്ടി ആരാ മനസ്സിലായില്ല? നോവനും അങ്ങോട്ട് തീരെ മനസ്സിലായില്ല. ആരാണാവോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാ. അതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം. ഞാൻ ഷിക, ബാംഗ്ലൂരിൽ മെഡിസിൻ ലാസ്റ്റ് ഇയർ പഠിക്കുന്നു. കുട്ടി ആരുമാകട്ടെ, ഇവിടെ എന്തിനു വന്നു? വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ് വന്നതായിരിക്കും. അങ്ങനെ വഴിതെറ്റി വന്നതൊന്നുമല്ല. ഇത് പൊന്നന്തോട്ടത്തിൽ ടോണിയുടെ വീടല്ലേ? അല്ല, ഇത് പൊന്നന്തോട്ടത്തിൽ ഉറുമീസിന്റെ വീടാണ്. ടോണി എന്റെ മകനാണ്. എങ്കിൽ പൊന്നന്തോട്ടത്തിൽ ഉർമീസ് മുതലാളിയുടെ മകൻ ടോണി ഉർമീസ് കല്യാണം കഴിച്ച പെണ്ണാണ് ഞാൻ. ഷിക, ഷിക പുരുഷോത്തമൻ. വേണ്ട, നീ ഇന്ന് പള്ളിയിൽ പോയി? ഇല്ല, പോയില്ല. പതിവുകളെല്ലാം തെറ്റുകയാണല്ലേ സൂസന്ന? ഒരു കുടുംബം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുമ്പോഴാണ് ഒരാൾ ജീവിത പങ്കാളിയെ തേടുന്നത്. മനസ്സിനും മാതാപിതാക്കൾക്കും ജനിച്ച തറവാടിനും ബോധിച്ചാൽ താലി കെട്ടി ജീവിതം ആരംഭിക്കാം. അന്നു മുതൽ പുരുഷന്റെ ചുമലിലേക്ക് എടുത്തു വെക്കപ്പെടുന്ന ഭാരം മരണം വരെ അവനെ വിട്ടുപിരിയില്ല. ഭാര്യയെയും മക്കളെയും പോറ്റാൻ ജീവിതകാലം മുഴുവൻ അഹോരാത്രം കഷ്ടപ്പെട്ടേ പറ്റൂ. ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിനക്ക് നിന്റെ അപ്പച്ചനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ സൂസൻ? ഇല്ല. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മക്കളെ നേർവഴിക്ക് വളർത്തുന്നതിൽ അമ്മയുടെ പങ്ക് എന്താണ്? അതിന് ഞാൻ അവനെ തെറ്റായത്തിനൊന്നും പഠിപ്പിച്ചിട്ടില്ല. നല്ലത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും പറയണം. എങ്കിൽ എന്റെ മകന്റെ പേരും പറഞ്ഞ് ഊരും പേരും അറിയാത്തൊരു പെണ്ണി പടി ചവിട്ടി കയറി വരില്ലായിരുന്നു. നന്മയും സ്നേഹവും ബഹുമാനവും എല്ലാം മുലപ്പാലിൽ നിന്ന് തന്നെ കിട്ടണം. എല്ലാത്തിന്റെ അസ്ഥിവാരം അതമ്മയാണ്. കൊള്ളാം. ഇപ്പൊ അമ്മയ്ക്കായി കുറ്റം. മകൻ നല്ല മാർക്ക് വാങ്ങിയപ്പോൾ അപ്പന്റെ മോൻ, പാട്ടിനും നാടകത്തിന് 1ാം സമ്മാനം മേടിച്ചപ്പോൾ അപ്പന്റെ വാസന പകർന്നു കിട്ടിയിരുന്നു. ഇപ്പൊ തറവാടിന് പേര് ദോഷം കേൾപ്പിച്ചപ്പോ അമ്മയ്ക്കായി കുറ്റം. സന്തോഷായ ചായ ഹരിത്, ഇനി എന്നോടൊന്നും പറയരുത്. പിറന്നു വീണ അന്ന് മുതൽ ഞാൻ എന്റെ പൊന്നുമോനെ സ്നേഹിച്ചിട്ടേ ഉള്ളു. നല്ലത് വരുത്തണേ തമ്പുരാനെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളു. എന്നിട്ട് എന്താ ചായ അവനിങ്ങനെ? എനിക്കറിയില്ല. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഇത് നിന്റെ തെറ്റല്ല, നമ്മുടെ രണ്ടുപേരുടെയും പിടിപ്പുകേടാണ്. ആശിച്ചതെല്ലാം നേടിക്കൊടുത്ത് വളർത്തരുതായിരുന്നു. മക്കള് ഇല്ലായ്മ അറിഞ്ഞ് വളരണം. എങ്കിലേ അവർ മാതാപിതാക്കളെ സ്നേഹിക്കൂ, മനസ്സിലാക്കും. എനിക്കൊരു വിഷമവും ഇല്ലടും. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണ്, അവന്റെ ഇഷ്ടം. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടും മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. കൂട്ടുകാരനെ പോലെ അല്ലടോ ഞാൻ അവനോട്. അച്ഛാ എന്തെങ്കിലും വിഷമിക്കണം. ഇനി നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. സഹിക്കണം, ഒക്കെ സഹിക്കണം. ഒരേ ഒരു മകൻ, അവന്റെ വിവാഹത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരുന്നു. പൂവിതറിയ വഴികളിലൂടെ മണികെട്ടിയ കുതിരവണ്ടിയിൽ ഈ വീട്ടുമുറ്റത്തുയർന്ന പടുകൂറ്റൻ കല്യാണ പന്തലിലേക്ക് രാജകുമാരിയെ പോലുള്ളൊരു പെണ്ണിന്റെ കയ്യും പിടിച്ച് എന്റെ പൊന്നുമുൻ വന്നിറങ്ങുന്നത് എത്രയോ രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടിരുന്നു.
ആരുടെ മകളാ ആർക്കറിയാം? ഇനി ആരായാലും എന്തായാലും ഇനി നമ്മളൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയണമായിരുന്നെങ്കിലേ വന്ന് കയറിയപ്പോ തന്നെ പറയണമായിരുന്നു. ഇത് അവന്റെ ബുദ്ധിയായിരിക്കും സൂസന്നെ. മാതാപിതാക്കളെക്കാൾ അറിവും ബുദ്ധിയും ജനിക്കുമ്പോഴേ കൈമുതലായുള്ള തലമുറയല്ലേ. ആ വരുന്നതെല്ലാം ഇനി ഒന്നിച്ചനുഭവിക്കുക തന്നെ, അല്ലാതെ എന്താ ചെയ്യ? ഇങ്ങോട്ട് വന്ന കൊച്ചമ്മ? ഇല്ല, രമണനെ ഞാൻ ഇന്നെ കണ്ടതേ ഇല്ല. അല്ല, നീ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി? എനിക്ക് അടുക്കളയിൽ സഹായത്തിന് നീയല്ലേ ഉള്ളു. ഞാൻ എങ്ങനെ വരും കൊച്ചമ്മ? എനിക്ക് അവിടെ പിടിപ്പത് പണിയില്ലേ? എന്നെ സഹായിക്കാൻ അവിടെ വല്ലവരുണ്ടോ? പിന്നെ നമ്മുടെ ഒരു കെട്ടിയവനുണ്ട്, ഒരു കാശിനും കൊള്ളില്ലാത്ത ഒരു മണ കൊണാൻസ്. ഭർത്താവിന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ മോളെ. അങ്ങനെ ഒരു പണിക്കും പോകില്ല കൊച്ചമ്മ. വീടിയും വലിച്ച് വെറുതെ തെക്കോട്ട് നോക്കിയിരിക്കും. രമണൻ കൊച്ചേട്ടൻ ആ ഇരിപ്പ് കാണുമ്പോ കല് കയറും, പിന്നെ ഭയങ്കര വഴക്കാകും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവനോട് പണിക്ക് പോകാൻ നീ പറയണം. തഞ്ചത്തിലൊക്കെ പറഞ്ഞ അവൻ കേൾക്കും. ഇന്നാളെ ഒരു ചെരവത്തടി എടുത്ത് ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാ. അപ്പൊ എന്റെ ആങ്ങളെന്ന് പറയണ മരണനില്ലേ, അവൻ എന്റെ കൈ തട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ അന്ന് തന്നെ ഒരു തീരുമാനമായേനെ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ മോളെ. നീ നല്ല കുട്ടിയല്ലേ, സ്നേഹത്തിലൊക്കെ പെരുമാറാൻ പഠിക്കും. എന്റെ കൊച്ചമ്മ, ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണെന്നേ. ഇന്നാളെ അയാൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. ഞാൻ വെള്ളം തിളപ്പിച്ച് അയാൾക്കടെ തല വഴി ഒഴിച്ചു കൊടുത്തു. അത് തെറ്റാണോ കൊച്ചമ്മ? നിന്നെ കൊണ്ട് തോറ്റല്ലാടി പെണ്ണെ. പിന്നെ എന്റെ കൊച്ചമ്മ, അയാളുടെ വീട്ടിൽ ഞാൻ കുറച്ചു നാൾ നിന്നതല്ലേ. എന്നിട്ട് പിന്നെ നീ എന്തിനാണ്? ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? അയാളുടെ തള്ളയില്ലേ എന്റെ അമ്മായിയമ്മ, എന്റെ കൊച്ചമ്മ. ഇങ്ങനെ പോലെ പെരുത്ത ഒരു തള്ളയില എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്നാളൊരു ദിവസേ ഞാനൊരു കറി വെച്ചേ, അതിന് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അതിനവരെ താടക, ഇത് നിന്നെ വളർത്തിയതിന് ദോഷമാണടിയെന്ന്. ഞാൻ അപ്പൊ തന്നെ അവരുടെ തന്തൊക്കെ വിളിച്ചു. അവരെന്നെ അടിക്കാൻ വന്നപ്പോഴേ ഞാൻ ഒരൊറ്റ ഉന്ത് വെച്ചു കൊടുത്തു. അവര് ചെന്ന് ആട്ടുകഞ്ഞി തലയടിച്ച് വീണത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടാ മോളെ. ഭർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാലേ അമ്മ തന്നെയാണ്. നിനക്ക് അമ്മ ഇല്ലാതെ വളർന്നത് കൊണ്ടേ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ജീവനായിരുന്നു, പക്ഷെ ആ തള്ളക്ക് എന്റെ ജീവനാണ് വേണ്ടത്. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് പോന്നത്? ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? സ്ത്രീധനത്തിന്റെ വാക്ക് ഇനിയും കൊടുക്കാനുണ്ട്, അതുകൊണ്ടല്ലേ അവൻ വരാത്തത്. അവനെ പറ്റി അങ്ങനെയൊന്നും പറയരുത് കേട്ടാ മോളെ. അവന്റെ കയ്യിൽ എവിടെ നിന്നാണ്? ഇവിടുത്തെ അച്ചായം വല്ലതും കൊടുത്താലല്ലേ അവന്റെ കയ്യിലുണ്ടാവുള്ളു. എത്ര കഷ്ടപ്പാട് വന്നാലും അവനെ നീ തള്ളി പറയരുത് കേട്ടാ മോനെ. അവനെ നിനക്ക് അച്ഛന്റെ സ്ഥാനമാ. എനിക്കൊരു വിഷമവും ഇല്ല കൊച്ചമ്മ. ഞാനിങ്ങനെ ഓരോന്ന് പറയും, ആളുകൾ എനിക്ക് വട്ടാണെന്ന് പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആങ്ങളെ കൊച്ചേട്ടൻ എനിക്ക് ജീവനാണ് കൊച്ചമ്മ. അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്കൊരു ജീവിതം വേണ്ട കൊച്ചമ്മ. വിളിക്കരുതന്നെ. എന്ത് ധൈര്യത്തിലാണ് നീ പണിയാൻ വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറയടാ. ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത പെണ്ണിനെ കൊണ്ട് ഇവിടെ പുറത്താമെന്നാണോ നീ കരുതിയത്? ഈ നിമിഷം അവളെ വിളിച്ച് ഇറങ്ങിക്കോളെ വീട്ടിന്ന്. വേണ്ടടാ. നിന്റെ ആഗ്രഹങ്ങൾക്ക് മുളപൊട്ടാൻ കാത്തു നിന്നവരാ ഞങ്ങള്. അങ്ങനെയല്ലടാ നിന്നെ വളർത്തിക്കൊണ്ടുപോയത്. തോളപ്പോയപ്പ കൂട്ടുകാരെ പോലെയല്ലടാ നിന്നെ പെരുമാറിയത്. എന്നിട്ടിപ്പം ഏതോ ഒരു പെണ്ണിനെ കണ്ടപ്പോ അപ്പച്ചനെ അമ്മച്ചിനെ നീ മറന്നു കളഞ്ഞല്ലോടാ നീ. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറയാനുള്ള അമ്മച്ചി ഒന്ന് കേൾക്കണം. വേണ്ടടാ, നീ ഒന്നും പറയണ്ട. തെറ്റ് ചെയ്ത് നിന്നെ ന്യായീകരിക്കാൻ നീ പറയുന്ന ഓരോ വാക്കും
ഞങ്ങളുടെ മനസ്സിന്റെ മുറിവ് ഉണങ്ങില്ല മോനെ. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ. ആ മനസ്സ് കറിഞ്ഞാലേ നീ 7 ജന്മം ഗുണം പിടിക്കില്ല. എന്റെ അപ്പച്ചനെ എനിക്കറിയാം. അപ്പച്ചൻ എന്നെ ശമിക്കാനാവില്ല, അമ്മച്ചിക്കും അതാവില്ല. നിന്റെ അത്രയും ബുദ്ധി ഞങ്ങൾക്കില്ല. പക്ഷെ നീ ഒന്നോർത്തോ, ആരുടെയും മനസ്സ് നോവിച്ചിട്ടല്ല ഒരു കുടുംബ ജീവിതം തുടങ്ങേണ്ടത്. അതെ, നീ പഠിക്കാതെ പോയ അറിവാ. ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാ, മാപ്പറിയിക്കുന്നില്ല. എന്നാലും ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അയാൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. ഇല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പോണോ? സ്വയം ചിന്തിക്കാൻ കഴിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് മനസ്സിൽ കരുതി കാണുന്നവനാണ് ഞാൻ. എന്തിനധികം അപ്പച്ചനും അമ്മച്ചിക്ക് മരണം വരെ സന്തോഷിക്കാനായിട്ട് ഇത് മതിയല്ല. അത്രക്ക് ദുഷ്ടമായി പോയി അമ്മച്ചി ഞാൻ. പഠിക്കുന്ന കാലം മുതൽ ധാരാളം പണവും മറ്റു സൗകര്യങ്ങളും നിങ്ങൾ എനിക്ക് നൽകി. അതിന്റെ അഹങ്കാരത്തിൽ ഞാൻ കള്ളു കുടിച്ചില്ല, മറ്റു മയക്കുമരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. ഈ എക്സാമും ടോണി നല്ല മാർക്കോടെ പാസ്സാകും. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാനും കിട്ടും. അതിനിടയിൽ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചു. ശരിയാണ്, എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് ശിഖ. അവളെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനാവില്ലമ്മേ. ഏതായാലും നിങ്ങളുടെ സന്തോഷം കെടുത്തി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണമ്മേ. മോനെ, നീ ഇവിടുന്ന് പോയാ പിന്നെ ഈ അമ്മച്ചി ആർക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? നിന്റെ പ്രവൃത്തി എന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്ന നിന്റെ അപ്പൻ, കൈപിടിച്ച പെണ്ണിനോട് വാക്ക് പാലിക്കാൻ പോകുന്ന മകൻ, ഇതിന്റെ എല്ലാം നടുക്ക് സമാധാനം തെറ്റി നിൽക്കുന്ന ഞാൻ. പോട്ടെ, വരുന്ന പോലെയൊക്കെ വരട്ടെ. മോൻ വന്നു ഈ വേഷമൊക്കെ മാറി വല്ലത് കഴിക്കാൻ നോക്ക്. അമ്മിഞ്ഞ പാലുണഞ്ഞു നീ, അമ്മതൻ സ്നേഹം മറന്നു നീ, മകനെ നിനക്കായി നൽകി ഞാൻ കളങ്കമില്ലാത്ത സ്നേഹമമ്മ, കളങ്കമില്ലാത്ത സ്നേഹമമ്മ. എന്താണ് മിസ്റ്റർ ടോണി ഉർമിസ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ? എന്ത് പ്ലാൻ? ഇവിടെ നിന്ന് പോകണം. അങ്ങനെ മുതലാളി പറഞ്ഞ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഊഹിക്കാമല്ലോ. അതെ, പിടിച്ചങ്ങോട്ട് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിക്കൊടുക്കുന്നത് തന്നെ ആ ബുദ്ധി. എങ്ങോട്ട് പോകും? അവളുടെ വീട്ടിലേക്ക് പോയാലോ? അച്ചിക്കോന്തനായിട്ട് കഴിയാം. വേണ്ടല്ലേ? എന്നാ പിന്നെ ഒരൊറ്റ മാർഗ്ഗമുള്ളു. ദേ ഇവിടെ ഒരു പന്തലും കെട്ടി അവിടെ അങ്ങോട്ട് പൊറുതി തുടങ്ങാം. കഞ്ഞിയും പയറും വെച്ച് ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ ഞാനും വരാം. മനുഷ്യൻ ഇവിടെ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോ അവന്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ പിടിക്കും, പിടിക്കണം. കണ്ട പെണ്ണുങ്ങളൊക്കെ കയ്യും കലാശം കാണിച്ച് നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എടാ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങള്. കണ്ണെന്ന് കാണിച്ചാ മതി, അപ്പൊ കഴുത്തെ ചുറ്റും. അതുകൊണ്ടല്ലേ ഞാൻ ആർക്കും പിടികൊടുക്കാത്തത്. അല്ലാതെ കിട്ടാഞ്ഞിട്ടല്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ രമണൻ ആത്മസംയമനം പാലിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് മതലും ചാടി വന്നവളെ ഈ നിമിഷം ഉപേക്ഷിക്കണം. ഇല്ലെങ്കിലോ? അങ്ങനെ പറയരുത് പോലെ. എടാ, നിന്നെ വളർത്താൻ വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായാലും അതിനെ വളർത്താനുള്ള കൽപ്പ് എനിക്കില്ല മകനെ. മകനെ രമണ, ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാനൊരു പേപ്പറിൽ എഴുതി തരാം. പേപ്പറല്ലേ? നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. പോയിക്കോടാ, പോയിക്കോ. ആ ബെല്ലും ബ്രേക്കും ഇല്ലാത്തവർക്ക് കയറി കൊടുക്ക്. കത്തി കരിഞ്ഞു പോയല്ലേ? അല്ല, ഇനി എന്ത് കരിയാനാണ് ഇരിക്കുന്നത്?
അല്ലെങ്കിൽ തന്നെ വന്ന ദിവസം തന്നെ അവൾ എന്നെ ഒന്ന് ലൈനടിക്കാൻ നോക്കിയത്. ഞാൻ ആരാ മോൻ, വരാല് വഴുകണ പോലെയല്ലേ മാറിക്കൊടുത്തത്. ആര് നിൽക്കുന്ന കാര്യം രമണേട്ടാ പറയുന്നത്? അല്ല എന്താ പറഞ്ഞല്ലോ? പറഞ്ഞു, ഇനിയും പറയും. എങ്കിലേ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്ക്, കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ. എന്തിന്? അവിടെ ഇതൊക്കെയാണോ പഠിപ്പിക്കണത്? ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ എങ്ങനെ വളച്ചെടുക്കാം, ഈ ആണുങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഇടിച്ചു കയറാം എന്നൊക്കെ അല്ലേ പഠിപ്പിക്കണത്. എനിക്ക് ഇഷ്ടായി എന്റെ രമണേട്ടാ. എനിക്കൊരു സഹായം ചെയ്യോ? പിന്നെ തീർച്ചയായും ചെയ്യും. എനിക്ക് ഫോണൊന്ന് റീചാർജ് ചെയ്യണം. തീർച്ചയായും. ഡാഡിയെ വിളിക്കാനാ? വിളിക്കണം. ആ മട്ടമേലെ കട വരെ പോയാ മതി. ആ കടയിലല്ല, ആ കടയിലോ? ആ ദാ മട്ടമേലെ കട വരെ. എന്റെ പേരുടെ കൊലക്ക് കൊടുക്കല്ലേ കുഞ്ഞ്. എന്താ കാര്യം? ഞാനിവിടെ മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മാന്യനായിട്ട് ജീവിക്കുന്നതിനിടയിൽ ആ കടയിൽ പോയി 1000 രൂപ ഞാൻ പറ്റി. അത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല. ഇത് കൊടുക്കാൻ വേണ്ടി, ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെല്ലും, അവരെന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജ് ചെയ്ത് വിടും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് കലി കയറും. പെട്ടെന്ന് അങ്ങനെ കലി കയറില്ല. 10-12 വർഷം കരാട്ടയും ഗുസ്തിയും കളരി വരെ പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കാൻ നീ സമ്മതിക്കരുത്. പ്ലീസ് ഒന്ന് മാറി നിൽക്കും. വിളിച്ചെഴുന്നേൽപ്പിക്കുക. താണ്ടേ ഇത്ര പെട്ടെന്ന് കയറി വരുന്നു നീ പ്രതീക്ഷിച്ചില്ലല്ലേ? നീ നന്നായിട്ടൊന്ന് ഞെട്ടി. നീ മാത്രല്ല, നിന്റെ ഗ്രേറ്റ് ഡാഡി പൊന്നും തോട്ടത്തിൽ ഉർമീസ്, പിന്നെ നിന്റെ മമ്മ, എല്ലാരും ഞെട്ടി. ഓപ്പറേഷൻ സക്സസ്. ഐ ആം ഹാപ്പി. ശിഖ, നിനക്ക് ഇതൊക്കെ വെറും തമാശയാണ്. നിന്റെ ഈ വരവ് ഈ വീട്ടിൽ എവിടെയെല്ലാം വിള്ളലുണ്ടാക്കിയെന്ന് നിനക്കറിയുമോ? ഐ ഡോണ്ട് കെയർ. ഓർമ്മ വെച്ച നാൾ മുതൽ തനിയെ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം സില്ലി മാറ്റേഴ്സ് ഒന്നും എന്നെ ബാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് കരുതി നെഞ്ചത്തടിച്ചു കരയുന്ന അമ്മ, അറ്റാക്ക് വരുന്ന ഡാഡി, ഇവരൊക്കെ ഏത് ലോകത്തായി ജീവിക്കുന്നത്? പ്ലീസ്, അവരൊക്കെ പഴയ ആളുകളാണ്. അവർക്ക് ഞാൻ ഒറ്റ മോനാണ്. അവർ ജീവനക്കാളേറെ എന്നെ സ്നേഹിക്കുന്നു. അതാണ് നിന്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. നീ എന്നെ ഒന്ന് മനസ്സിലാക്കൂ. അവർ എന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവാണ്. നോ, അതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റത്തില്ല. മൈസെൽഫ്, എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും, ഞാൻ മാത്രം. ഇല്ലെങ്കിൽ പറഞ്ഞോ. അപ്പന്റെ മുമ്പിൽ നീ ഇപ്പോഴും പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ്. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് നിനക്കില്ല. ബീച്ചിലും പാർക്കിലും ആടിപ്പാടി നടക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. അതൊക്കെ പണ്ട്. ബുദ്ധിയുള്ള പെൺകുട്ടികളെ ഒരാളെ സ്നേഹിക്കൂ, ഒരാളെ മാത്രം. അത് അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. കേൾക്കട്ടെ. നീ എന്നെ സ്നേഹിച്ച് എന്നെ വിശ്വസിച്ച് നീ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. എവിടെ പറയണം? എവിടെ ജീവിക്കും? മണ്ടത്തരം പറയരുത്. ആദർശം പറഞ്ഞ പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ, നിനക്ക് അവകാശമുള്ള ഈ വീട്ടിൽ. എന്തു പറയുന്നു? അപ്പൊ നിനക്കൊന്നും പറയാനില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് പിരിയാം. ഇതുവരെ കണ്ടത് മനോഹരമായ സ്വപ്നങ്ങളെന്ന് കരുതി നമുക്ക് മറക്കാം. ഇനി ഒരിക്കലും ഒരിക്കലും നീ എന്നെ കാണരുത്. നമ്മുടെ മകൻ കണ്ടെത്തിയ ജീവിത പങ്കാളിയാണ്. നിയമപ്രകാരം ഭാര്യാഭർത്താക്കന്മാരുമായി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ബാധ്യത കൂടി നമുക്ക് ബാക്കിയുണ്ട്. കേൾക്കണ്ടേ? ചോദ്യം നിന്നോടാണ്. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ വേണ്ട മിനിമം യോഗ്യത എന്താണെന്ന് അറിയോ നിനക്ക്? എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മനസ്സ് തന്ന പെണ്ണിനെ മരണം വരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുവാനുള്ള ചങ്കുറപ്പ്
ആ കാര്യത്തില് വെറും വട്ടപൂജ്യമാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. എടാ, അപ്പൻ സമ്പാദിച്ച സമൃദ്ധിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കും. നീ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഇവൾ ഇവിടുന്ന് പടിയിറങ്ങാൻ നേരം നീ അവളെ തിരികെ വിളിക്കാതിരുന്നത്. ഇനി ഷിഗയ്ക്ക് സംസാരിക്കാം. ഇവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവന്റെ സൗന്ദര്യമാണോ? അല്ല. പിന്നെ പഠിത്തത്തിലുള്ള ഇവന്റെ സാമർത്ഥ്യം, സ്മാർട്ട്നെസ്? അല്ല, അതുമല്ല. പണക്കാരന്റെ മകൻ, ദൂർത്തടിച്ചുള്ള ജീവിതം, അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾ, അങ്ങനെ എന്തെങ്കിലും? അല്ല, അതൊന്നുമല്ല. പിന്നെ എന്താണ്? ചെറുപ്പത്തിൽ എന്റെ അമ്മ മരിച്ചു. ആർഭാടത്തോട് ജീവിക്കാൻ പണം വരുന്ന ഒരു വഴി മാത്രമായിരുന്നു എനിക്ക് എൻ്റെ ഡാഡി. ഇവന്റെ സ്വഭാവമാണ് എന്നെ ആകർഷിച്ചത്. ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഫോർമേഷൻ അയാളുടെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ടോണിയെ നിങ്ങൾ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ ആ സ്നേഹത്തിന്റെ പങ്കുപറ്റി ജീവിക്കാൻ വല്ലാതെ കൊതിച്ചു പോയി മനസ്സ്. അമ്മയില്ലാതെ വളർന്നത് കൊണ്ടാവാം. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ബോധ്യമല്ല. തെറ്റാ ഞാൻ ചെയ്തത്, ക്ഷമിക്കണം. ഇനി ആവർത്തിക്കില്ല. മോളെ, ഞങ്ങളാരും ക്ഷണിച്ചിട്ടല്ല നീ ഈ പടി കയറി വന്നത്. ഇനി ഇവിടുന്ന് പോവാൻ ഇവന്റെ അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും അനുവാദം വേണം. ഇനി മുതൽ നീ ഞങ്ങളുടെ ടോണിമോന്റെ പെണ്ണാ. നീ അങ്ങോട്ട് ചേർന്ന് നിൽക്കടാ, ഞങ്ങളൊന്ന് കാണട്ടെ. പ്രവാഹിനി ജീവിതമൊരു മഹാപ്രവാഹിനി, പ്രപഞ്ചമിതിലൊരു പൂന്തോണി, പരമാണു യാത്രികർ നാം. പ്രവാഹിനി മഹാപ്രവാഹിനി, അനശ്വര പുഷ്പവസന്ത തീരത്തിലെ അജ്ഞാത മണ്ഡപം തേടി, അനശ്വര പുഷ്പവസന്ത തീരത്തിലെ അജ്ഞാത മണ്ഡപം തേടി, തുഴഞ്ഞു പോകും ജലവീഥിയിലെ, തുഴഞ്ഞു പോകും ജലവീഥിയിലെ തീർത്ഥയാത്രികരല്ലോ നാം. പ്രവാഹിനി പ്രകൃതീശ്വരിയുടെ ലീലയിലവളൊരു പ്രശാന്ത സുന്ദരിയായി മാറും. തോണികൾ പലതും തകരും ചുഴിയിൽ തുഴഞ്ഞു കയറാനുഴറും നാം. തീരം കാണാ തിരകളെ പോലെ തീരാ ദുഃഖിതരല്ലോ നാം. പ്രവാഹിനി ജീവിതമൊരു മഹാപ്രവാഹി. ആഹാ, അപ്പൊ മോൾ അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയോ? പഠിച്ചു വരുന്നതല്ലേ ഉള്ളപ്പച്ചാ. അല്ല മോളെ, ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, മധുരം ഇല്ല, മറന്നതാണോ? മറന്നതല്ലപ്പച്ചാ, മനപ്പൂർവ്വം ഇടാഞ്ഞതാ. അതിനപ്പച്ചന് പഞ്ചാരയുടെ അസുഖമൊന്നും ഇല്ലപ്പാ. പറയാൻ പറ്റത്തില്ല, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ.
ഒന്ന് നേരം കൂടി ഇരുട്ടി വെളുത്തപ്പോ തന്നെ അമ്മായിയപ്പനും മരുമോളും ഒന്നായി. ഈ രമണം പുറത്തു. എടാ അവള് തനി തങ്കമാടാ, പത്തര മാറ്റി പൊന്ന്. അങ്ങനെ കടുപ്പിച്ചങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. ഭദ്രകാളികൾ പല രൂപത്തിലും വരും, മനസ്സിലായ? പിന്നെ പൊന്നാണ് പാലാണെന്നും പറഞ്ഞ് എന്റെ അടുത്തൊന്നും വരരുത്. ഞാൻ നിങ്ങളെ നോക്കൂലട്ടോ, എല്ലാം പറഞ്ഞൊക്കെ. അതൊക്കെ വിട്, നീ പോയ കാര്യം പറയടാ. എന്താണ്? നേതാവ് വരുമോ? നേതാവ് വരും. ഒരു നേതാവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാല് അത് മണി മണി പോലെ നടത്തിയിരിക്കണം. പറഞ്ഞ് നാവെടുത്തില്ല, വന്നു കഴിഞ്ഞ എന്റെ നേതാവ്. എന്താണോ ഉർമീസേ പന്തം കണ്ട പെരിച്ചാഴിമാര് ഉമ്മറത്തൊരു കൂട്ടുകാരൻ വന്ന് നിൽക്കുമ്പോ ഒന്ന് കയറിയിരിക്കാൻ പറയാനുള്ള മര്യാദയില്ല എനിക്ക്. ഞാൻ എന്തോ ആലോചിച്ച് നിന്നുപോയി. താനിരിക്ക് പ്ലീസ്. പുരുഷോത്തമ കൈമളിൽ ഇവിടെ എന്താ കാര്യമെന്നല്ലേ താനിപ്പോ ചിന്തിക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിസിനസ്, മറ്റേ തികച്ച പേഴ്സണൽ കുടുംബം. ആദ്യം നമുക്ക് കച്ചവടമാകാം. അത് തന്നെ കുടുംബം പോയാലും വേണ്ടില്ല, കച്ചവടം അങ്ങോട്ട് മുറ പോലെ നടക്കട്ടെ, അല്ലേ മുതലാളി? നീ ഏതാണ്? ഞാൻ മുതലാളിയുടെ മകനാണോ? അങ്ങനെയൊന്നുമില്ല മുതലാളിയുടെ. ഓ എർത്ത് എർത്ത് എർത്ത്. അതെ. പുറത്ത്. എന്താണ്? പുറത്തോട്ട് പോടോ. വളരെ പ്രധാനപ്പെട്ട ഡീലുകൾക്കേ ഞാൻ നേരിട്ട് വരാറുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ലെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. വിരോധമില്ലല്ലോ? ഈ പടി കടന്നു വരുന്നവരൊക്കെ എനിക്ക് അതിഥികളാണ്. ആ മര്യാദ ഇവിടെ വരുന്ന ആർക്കും പ്രതീക്ഷിക്കാം. നല്ലത്. സമയം കളയുന്നില്ല. നേതാവ് പറഞ്ഞില്ലേ, മാർക്കറ്റിൽ നിന്റെ 22 കടമുറിയും അതിരിക്കുന്ന സ്ഥലവും കടക്കാരെ ഉൾപ്പെടെ വിലക്കെടുക്കാൻ പറ്റിയ ഒരാൾ. ആ ഒരാൾ ഞാനാ. പറഞ്ഞോളൂ ഉർമീസ്, എന്താണ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വില? വിൽക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നിവർത്തികേട് അറിയാമടോ. പൊന്നന്തോട്ടത്തിൽ ഉർമീസ് പാരി കൂട്ടിയതൊക്കെ കൈവിട്ടു പോകുന്നു. കടം മൂക്കോളം എത്തി അല്ലേ? സാരമില്ലടോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. സമ്പത്ത് മലവെള്ളം കയറുന്നത് പോലെയാ. കയറുമെന്നങ്ങ് കുമിഞ്ഞുകൂടും, ഒന്നൊഴിയാതെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. പിടിച്ചു നിർത്താനുള്ള മിടുക്ക് വേണം. നിനക്കതില്ലാതെ പോയി. പറയണം, എന്താണ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വില? കടമുറികൾ ഒഴിപ്പിച്ചു കൊടുത്താല് മാർക്കറ്റ് വില അനുസരിച്ച് എനിക്ക് ആ വസ്തുവിന് 2 കോടി രൂപ കിട്ടും. ഇത് രണ്ടും കിട്ടാൻ പോകുന്നില്ല. കടമുറികൾ ഒഴിപ്പിക്കാനും പറ്റില്ല, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിലയുമില്ല. പുരുഷോത്തമ കൈമളിന്റെ നികട്ടുവിൽ എന്നും എപ്പോഴും ഒറ്റ വാക്കേ ഉള്ളൂ, 1.5 കോടി രൂപ. സമ്മതം. നിനക്ക് സമ്മതം? നിന്റെ അപ്പൻ പൊന്നന്തോട്ടത്തിൽ ചാണ്ടിക്കുഞ്ഞ് അതാരെ പറ്റിച്ച് മേടിച്ച സ്ഥലമാണെന്ന് ഓർമ്മയുണ്ടോടാ നിനക്ക്? പിടിക്കുമല്ലേ? അങ്ങനെ വേണമല്ലോ. ജീവിതം മനുഷ്യൻ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കുന്നു എന്ന് ഓർക്കണം. ഓർത്താൽ നന്ന്. 8ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിത്തം, കേട്ടതെല്ലാം ഒരേ അറിവ്. പക്ഷേ രണ്ടും 2 വഴിക്കായി പോയി അല്ലേടോ? കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് കൊച്ചുപേനാക്കത്തി കൊണ്ട് തന്തക്ക് വിളിച്ചവനെ പൂളിയിട്ട് ദുർഗുണപാഠശാല കയറുമ്പോ പുരുഷോത്തമന് 14 വയസ്സ്. പിന്നെ പണികളെല്ലാം പഠിച്ചത് അവിടെ നിന്നാണ്. കൂലിത്തല്ലും വെട്ടും കുത്തും, പിന്നെ ഉപരിപഠനം അങ്ങ് സെൻട്രൽ ജയിലിൽ. അങ്ങനെ പുരുഷോത്തമന് തിരക്കായടോ. ഏത് ബിസിനസും വലുതാകാൻ കൂട്ടത്തിൽ കരുത്തുള്ളവർ വേണം. അങ്ങനെ നേടണം, നേടി കൂട്ടണം. ഈ കൈ ഒരുപാട് പേരുടെ ചോരയുടെ മണമുള്ള കൈയാൾ ഉർമീസേ. ഉന്നതങ്ങളുള്ള പിടിപാട്, ഇഷ്ടം പോലെ പണം, എന്റെ ആറ്റങ്ങൾക്ക് ചെവിയർത്തിരിക്കുന്ന സേവകർ. അറപ്പോടെയാവും ഇപ്പൊ നീ എന്നെ നോക്കുന്നത്. ഈ കാലത്ത് വലിയ പുതുമയൊന്നുമല്ലടോ. ഒരു പാരൽ ലോ ആൻഡ് ഓർഡർ. ഇതൊക്കെ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, കേൾക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടാവും. എനിക്കതില്ല. എനിക്ക് നിന്നെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല കൈമളെ. ഇത് രണ്ടും നിനക്കുണ്ടാകാൻ പോകുന്നു. നീ എന്നെ ബഹുമാനിച്ച് ജീവിക്കേണ്ടി വരും, പേടിച്ച് വിറക്കേണ്ടി വരും ഉർമീസേ. പുരുഷോത്തമ, ഇതെന്റെ വീടാണ്. വിലക്കെടുക്കാൻ പോകുന്ന വസ്തു നിനക്ക് തരണമോ വേണ്ടയോന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇല്ലടോ, എന്റെ മുമ്പിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരില്ലടോ, അനുസരിക്കുന്നവനേ ഉള്ളൂ. നീ അതെനിക്ക് തരും, എനിക്കേ തരൂ. നീ ഏതാണെന്നും ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തരുത്. തനിക്കങ്ങനെ തോന്നിയോ?
പോട്ടെ, എന്റെ ജോലിയുടെ സ്വഭാവം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഉർമീസിനെ ഭീഷണിപ്പെടുത്താൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ ബന്ധുക്കളാകാൻ പോകുന്നവരാണോ. ബന്ധുക്കൾ മനസ്സിലായില്ല. അതെന്തേ നിനക്ക് മനസ്സിലാകാതെ പോയത്? എന്റെ പൊന്നുമോൻ പ്രേമിച്ച് തട്ടിക്കൊണ്ടുവന്നില്ലേ ഒരുത്തിയെ? സിഗമോൾ, അവൾ എന്റെ മകളാ, അമ്മയില്ലാതെ വളർന്ന കുട്ടി. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എന്റെ ജീവനേക്കാളേറെ പ്രാധാന്യം കൊടുത്തു. മകൾ മിടുക്കിയായി വളർന്നപ്പോ ഞാൻ ഒരുപാട് കണക്കുകൾ കൂട്ടി. ബിസിനസ്സാണ്, അങ്ങ് വടക്ക് നിന്നു. എന്നേക്കാൾ ഒരു പിടി മുതിർന്ന ബന്ധം, ഒരു അധോലോക രാജകുമാരനാണോ ഞാൻ അവൾക്ക് വേണ്ടി കണ്ടുവച്ചത്. എന്റെ കച്ചവടം നിന്റെ മോൻ നഷ്ടത്തിലാക്കി. മുങ്ങിത്താണോണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്കാണോ അവൾ അവളെ പിടിച്ചു കയറ്റിയത്. അതുകൊണ്ട് നീ എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ ഉർമീസേ. നഷ്ടപരിഹാരം? താൻ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ആദ്യം സംസാരിച്ച ഡീൽ മാർക്കറ്റിലെ നിന്റെ 22 നീ എന്റെ പേരിലേക്ക് അല്ല, എന്റെ മകളുടെ പേരിലേക്ക് എഴുതി തരുന്നു. ഒറ്റ പൈസ പോലും മേടിക്കാതെ തീരാധാരം. ഈശ്വര, മൂർക്കമ്പാമ്പിന്റെ ഭവനത്തിലേക്കാണല്ല ഞാൻ കയറി വന്നിരിക്കണം. പാമ്പ് പാമ്പ്, അയ്യോ ഇവിടെ പാമ്പുണ്ട്. ഓടി വായോ, പാമ്പുണ്ട്. ഓടി വാ, ഓടി വാ. ഇവിടെ പാമ്പുണ്ട്. ചീത്തണ സ്വരങ്ങളാക്കോ. എന്താണ് അത്? പ്രഷർ കുക്കറിന്റെ ശബ്ദമാണ്. മനുഷ്യനെ കൂടി പേടിപ്പിച്ചു കളഞ്ഞല്ല. നല്ല ജീവൻ അങ്ങോട്ട് പോയി. എന്നാ ഇതൊക്കെ നേരത്തെ പറയാൻ പാടില്ല പ്രഷർ കുക്കറാണെന്ന്. അല്ലടാ, ഇതെന്താണ് ഈ റീത്തുമായിട്ട്? അതെ, ഇന്ന് രാവിലെ എന്റെ മുതലാളി എന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ രമണ, എന്റെ കൂട്ടുകാരന്റെ അപ്പം മരിച്ചുപോയി. അങ്ങ് തൊടുപുഴയില് അവിടെ കൊണ്ടുപോയി റീത്ത് വെച്ചേക്കെന്നും പറഞ്ഞിട്ട് 500 രൂപയും തന്ന് 100 രൂപ പോക്കുവരവിനും തന്നു. അല്ലടാ, അവിടെ വെച്ചപ്പിന് ഈ റീത്ത് ഏതാടാ? ഓ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. മുതലാളി പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ഇടത്താട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് 4ാമത്തെ വീട് ഞാനത് കണ്ടു. ശരിക്കും ഒരു കുരിശ്, കുറെ കസേര ഉണ്ട്, ചുമന്ന കസേര ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് വളരെ ഭവ്യതയോടെ ഞാൻ ഈ റീത്ത് അവിടെ വെച്ച്, എന്നിട്ട് അനങ്ങാതെ നിന്നങ്ങോട്ട് കരഞ്ഞ്. ഫോട്ടോഗ്രാഫർ വന്നിച്ചും എന്റെ ഫോട്ടോയും എടുത്ത് സംഗതി റെക്കോർഡായേ. അല്ലടാ, അവിടെ വെച്ചെങ്കിൽ പിന്നെ ഈ റീത്ത് ഏതാടാ? ഓ, ഇതിക്കാരെ അങ്ങോട്ട് വെടിവെക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ റീത്തും കൊണ്ട് അവിടെ വെച്ച സ്ഥിതിക്ക് ആളാരാണെന്ന് അറിയണ്ടേ. ഒന്നുകൂടെ ചെന്ന് നോക്കിയപ്പോ എന്റെ കൊച്ചമ്മോ ഞാൻ അങ്ങോട്ട് നെട്ടിപ്പോയി. എന്താടാ കാര്യം? ശവം മാറിപ്പോയി. ഈ മുതലാളി പറഞ്ഞ വീട് 5 വീടിന്റെ അപ്പുറത്തായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ അങ്ങനെ നിന്നിട്ട് ആരും അറിയാതെ ആ റീത്ത് കൊടുത്തിട്ട് ഒറ്റ ഓട്ടം 100 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ അങ്ങോട്ട് ഓടി. അതിന്റെ പറയണ്ടല്ല, ഒരു തടിമാടം വന്നേച്ച് എന്നോട് പറഞ്ഞേ, എടാ എന്റെ റീത്തും കൊണ്ട് ഓടിപ്പോണോടാ, അവിടെ നിക്കട കള്ളാന്ന്. അപ്പൊ നീ എന്ത് ചെയ്തു? ഞാൻ അപ്പോഴല്ലേ ഈ റീത്ത് നോക്കണത്. എന്റെ കൊച്ചമ്മോ റീത്ത് മാറിപ്പോയി. അതവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ റീത്തൻ, ആ പ്രസിഡന്റ് ആയിരുന്നു എന്നെ ഓടിച്ചിട്ടത്. ഞാൻ നിൽക്കുക, ഞാൻ ഓടി ഇങ്ങോട്ട് വന്നു. ഇത് മുതലാളി വരുമ്പോ അങ്ങോട്ട് വെച്ചേര് കൊടുത്തേ. ചിലപ്പോഴേ ഞാൻ പുട്ടടിച്ചെന്ന് പറയാ പൈസ കൊണ്ട്. ഞാൻ പിടിച്ചു വെള്ളമൊക്കെ വെച്ച റീത്തും കൊണ്ട് വന്നേക്കണ. അല്ല, നിന്നെ ആരൊന്ന് കാണണോന്ന് കരുതിയിരിക്കുന്നു. എന്താണ് വെച്ചമ്മ? ഇന്നലെ ലക്ഷ്മി ഇവിടെ വന്നിരുന്നു. അവള് നീയായിട്ട് എന്താണ് ഇത്ര പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആകെ ഉണ്ടായിരുന്നു 5.5 സെന്റ് സ്ഥലം. അത് പണയപ്പെടുത്തിയിട്ടാണ് അവളുടെ കല്യാണം നടത്തി കൊടുത്തത്. അവനുണ്ടല്ല, ഇതുവരെ എപ്പോഴെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെന്ന് കൊച്ചമ്മ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, അവളുടെ കെട്ടിയാനെ കൊല്ലാൻ നോക്കിയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവള്? ആ, അത് ശരിയായിരിക്കും. ചിലപ്പോ ഈ നുണ പറയാനും എന്തെങ്കിലും തിന്നാനും മാത്രമേ ഉള്ളൂ വാതുറക്കുള്ളൂ. എടാ, അപ്പൊ പിന്നെ നീ ഇതേതാണ് ഇത്? അവളെന്തിട്ടാണ് എന്നോട് ഈ വന്ന് പറയണത്? അതായത് ഈ വിശ്വന്റെ പാവല്ലേ, നല്ലൊരു അളിയനല്ലേ, ഒരു ഉപകാരവും ഇല്ലട്ടോ എന്ന് കരുതി
ഞാനൊരു ചെറുത് മേടിച്ച് അവിടെ വെച്ച് അത് മേടിച്ച് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് തിരിയേണ്ട താമസം അവൻ അതെടുത്ത് കഴിച്ചു. അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ടാ, പോട്ടെ സാരമില്ല. ഞാൻ പിന്നെ രണ്ടാമത്തത് ഒഴിച്ചു വെച്ച് പൂളിടാൻ വേണ്ടി ഇങ്ങനെ നീങ്ങിയപ്പോ അവൻ അതും എടുത്ത് കുടിച്ച്. എനിക്കങ്ങനെ സങ്കടം വന്ന് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കേറിക്കിടന്ന് അങ്ങോട്ട് ഉറങ്ങിക്കാന്നു. നേരം പാതിരാത്രി ആയപ്പോ തൈത്തെങ്ങിന്റെ മണ്ടയിലിരുന്ന ഒരു അനക്കം. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നമ്മുടെ മുതലാളിയുടെ തോക്ക് ഇവിടെ ഇരിപ്പില്ലേ, ആ തോക്ക് എടുത്തിട്ട് വന്നിട്ട് ഒരൊറ്റ വെടിയാണ് കൊടുത്ത്. ഹോ കിടക്കണ് താഴെ. ഞാൻ അന്ന് ചിരി ചിരി ചിരിച്ച് ചിരി ചിരി. അപ്പൊ അവള് പറഞ്ഞ നേരാണല്ലേടാ? പിന്നെ പാദയാത്രക്ക് തെങ്കപ്പറച്ചിറങ്ങി ഞാൻ പറഞ്ഞ അല്ലടാ. അപ്പ പിന്നെ എന്ത് ചെയ്തു നീ? ഒന്നും പറയണ്ട. ഒരു 3-ന്റെ അന്നാണ് ആശുപത്രി വിട്ടതെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അല്ല, അപ്പൊ പിന്നെ എന്തിനാണ് അവൾ ഇത്ര ദേഷ്യം പിടിച്ചത്? അത് തന്നെയാണ് കൊച്ചമ്മ ഞാനും ആലോചിക്കുന്നത്. അവൾ ഇത്രക്ക് വയലന്റ് ആകണമെങ്കിൽ അന്നത്തെ ആ ഒരൊറ്റ വെടിവെപ്പില് അവന്റെ വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊറപ്പാണ്. അല്ല, ഈ മൊയലാളി ഇതവിടെ പോയി. ഇപ്പൊ ഞാനൊന്നും അറിയാറുമില്ല, എന്നോടൊട്ട് പറയാറുമില്ല. അല്ല, എപ്പോഴും കൂടെ നടക്കണ നീയല്ലേ, നീയൊന്നും അറിയാറില്ല. പ്രീത്തിന്റെ കാര്യമൊന്നും പറയല്ലേട്ടാ, മൊയലാളിയാ വന്നത്. അതെ, എനിക്കൊരു കാര്യം അറിയണം. എന്താ സുസന്നെ? അല്ല, ഞാനിവിടുത്തെ ആരാ? ഇത് ഇത്രയും നേരം ഇവിടെ നമ്മമ്മല്ലേ ഇവിടെ നിന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു തരൂലേ? ഭാര്യ തന്നെ അല്ലേ? അല്ലേ അല്ലേ? നീ മിണ്ടരുത്. അതെ, പുറമേയുള്ളവര് പറഞ്ഞറിയേണ്ടി വന്നു. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനും കൂടി അറിയേണ്ടതല്ലേ? എന്താ ഇപ്പൊ അറിയാതെ പോയത്? കടമുറികൾ വിറ്റുമല്ലേ? ഞാൻ പറഞ്ഞതല്ലോ, പുറത്തുനിന്ന് അറിയും പറഞ്ഞിട്ടുണ്ടാവും. അവനെ നോക്കണ്ട. മീനും കൊണ്ടുവന്ന വിമല പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ടോണിക്ക് അത് ഇത്തിരി കുറച്ചിലായി പോയ പുറമേ നമ്മുടെ ബന്ധുക്കാരോട് വേണമായിരുന്നു ഈ കച്ചവടം. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു സൂസൻ. ആരോടും ആലോചിക്കാനും പറയാനൊന്നും പറ്റിയില്ല. താൻ ക്ഷമിച്ചേ. എന്താ എനിക്ക് അവനങ്ങനെ പറഞ്ഞപ്പോ സങ്കടം തോന്നി. ശരി, സമ്മതിച്ചു. നിങ്ങളുടെ വിഷമങ്ങൾ എന്നോട് പറയാം. എന്റെ സങ്കടം ഞാൻ എവിടെയാ ഒന്ന് ഇറക്കി വെക്കുക? പറഞ്ഞു തരുമോ എനിക്ക്? എന്താ എന്താ ഇങ്ങനെ വിഷമിക്കണത്? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ ചായ. സാരില്ലടോ, ഒക്കെ ശരിയാവും. തന്റെയും എന്റെയും നമ്മുടെ മകന്റെയും പ്രശ്നങ്ങൾ ഉടനെ തീരും. താൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. എന്താ ചായ? ഒന്നുമില്ല. എല്ലാം തുറന്ന് പറയാൻ പാടില്ല. വേണ്ട രമണ, ആരും ഒന്നും അറിയണ്ടടാ. എല്ലാം എന്റെ നെഞ്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. എല്ലാം ഒറ്റക്ക് താങ്ങി താങ്ങി ഈ അവസ്ഥയിലായി. കുടുംബത്തിലുള്ളവരല്ലില്ലാതെ ജീവിക്കണം, ആർഭാടമായിട്ട് കഴിയണം, ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കണം. നീ കൊണ്ടിരിക്കുകയാണെന്ന് ആരും അറിയരുത്. ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല മുതലാളി. എനിക്ക് വലിയ അറിവൊന്നുമില്ല. തിരിച്ചറിവായ കാലം മുതല് മുതലാളിയും ഈ കുടുംബവുമാണ് എന്റെ ലോകം. വീട്ടിലെ ഇല്ലായ്മകള് വീട്ടുകാരറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർ അഹങ്കരിച്ചു പോകും. ഉണ്ടായിരുന്നു ആ കടമുറികളെല്ലാം പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുതലാളി? രമണ, സമ്പത്ത്, ഐശ്വര്യം, സന്തോഷം ഇവ കേറി വരുന്ന എങ്ങനെയാടാ? മലവെള്ളം പോലെയാ. കേറി വന്നങ്ങ് കുമിഞ്ഞുകൂടും, പിന്നെ ഒന്നൊഴിയാതെ പോവും.
ബാധ്യതകൾ അങ്ങനെ തന്നെയാടാ. നമുക്ക് ചുറ്റും വളർന്ന് നമ്മെ ശ്വാസം മുട്ടി പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്തവൻ അതില് മുങ്ങിച്ചാവും. നീ വിഷമിക്കണ്ട രമണ. ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നാ കുലുങ്ങാത്തവനായി ഈ പൊന്നും തോട്ടത്തിൽ ഉറുമീസ്. ഇതിനെ ഞാൻ നേരിടും. ഒറ്റ സങ്കടം മാത്രമേ ഇപ്പൊ ഈ നെഞ്ചിലുള്ളൂ. എന്റെ ചിറ്റപ്പന്റെ മകളുടെ കല്യാണം. ആ കർത്താവ് അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും അല്ലടാ. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോ ആകാശത്ത് സ്വർണപ്രഭയുള്ള ഒരു നക്ഷത്രം ഉദിക്കും. അതിനെ നോക്കി മലർന്നിങ്ങനെ കിടക്കുമ്പോ എല്ലാം സഹിക്കാനും ക്ഷമിക്കുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. എന്തായി പറയണേ? ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ രമണ? ഇല്ല ഇല്ല, നിനക്കറിയില്ല. എന്റെ സൂസനയ്ക്ക് അറിയില്ല. എന്റെ പൊന്നു പോലും ഒട്ടും അറിയില്ല. എന്റെ മനസ്സിന്, എന്റെ സ്വപ്നങ്ങൾ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു? നീ പേടിച്ചു പോകണം. നീ പേടിക്കും. നീ മാത്രല്ല, എല്ലാവരും പേടിക്കും. എന്നെ പിടികൂടാൻ വരുന്ന എല്ലാ ശക്തികളെയും ഞാൻ നേരിടും. അന്തസ്സുള്ള ഒരു തറവാടിയെ പോലെ ഞാൻ നേരിടും. ഇരുന്ന് വർത്തമാനം പറയുമെന്നല്ല ഞാൻ. അന്ന് പറഞ്ഞ കാര്യം എന്തായി? ഇവിടുത്തെ അവസ്ഥകളൊക്കെ ചിറ്റപ്പൻ അറിയാവുന്നതല്ലേ? അത് നിന്നെക്കാൾ അധികം എനിക്കും ഈ നാട്ടുകാർക്കും അറിയാം. ഞാൻ എന്താ ചിറ്റപ്പനോട് പറയേണ്ടത്? എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സൂസന്നെ? ഉറുമീസിന്റെ ആത്മശാന്തിക്ക് ശേഷമുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ തലയൊന്ന് നേരെയാവട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നേ. ഉറുമീസ് മരിച്ചു വന്ന വാർത്ത കേട്ട നിമിഷം എന്റെ നെഞ്ചിൽ കയറിയ നീറ്റല ആലോചിച്ചിട്ട് എത്തുപിടി കിട്ടുന്നില്ല കർത്താവ്. കിടന്ന് പൊളിക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ തമ്പുരാന്? ഇതാരും ചെയ്ത പാപമല്ല ചിറ്റപ്പ, എന്റെ വിധിയാ. ഓർക്കപ്പുറത്ത് ഇരുട്ടിലായി പോയില്ലേ ഞാൻ? രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? എനിക്കറിയില്ല. തീർത്താൽ തീരാത്ത കടം എങ്ങനെ ഇത്രയ്ക്ക് കാണാം അതും അറിയില്ല. ആരൊന്നും പറഞ്ഞതുമില്ല. അപ്പൊ അവൻ വാങ്ങി വെച്ച കടം നിനക്ക് നിന്റെ മകനും വേണ്ടിയായിരുന്നു. അതിന് മുതലുണ്ടെങ്കിൽ അതുകൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കാം, അത് അന്തസ്സ. പക്ഷേ കണ്ടവന്റെ കയ്യിൽ നിന്ന് കടം വാടി കണ്ടവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആർഭാടം കാണിക്കുന്നത് അഹങ്കാരമാണ്. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ പാഴ് കിട്ടി ചാകേണ്ടി വരും. എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് നിന്നെ പറഞ്ഞ് പഠിപ്പിക്കാനല്ലടി ഞാൻ വന്നത്. അടുത്ത ശനിയാഴ്ച എന്റെ കൊച്ചിന്റെ മനസ്സമ്മതമാ. അന്ന് പറഞ്ഞ തുക ഞാൻ അവർക്ക് കൊടുക്കണം. 10 മുഴുവൻ തരാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ സാഹസത്തിൽ സമ്മതിച്ചേ. എന്റെ കൊക്കിലിറങ്ങിയ ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നതല്ലേ, നീ മാറ്റാലോചിച്ചതല്ലേ. അപ്പോ അന്തസ്സിന്റെ പേരും പറഞ്ഞ് നീയും അവനും കൂടി അത് മുടക്കി. എന്നിട്ടിപ്പോ എന്റെ നേരെ നിന്ന് കൈവലത്തിയ എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങിയ നീ ഒരു ശവം കൂടി കാണും. ഈ ഉത്തരത്തി തൂങ്ങി ഞാൻ. ഈ
7 തലമുറ കഴിഞ്ഞാലും വീട്ടാൻ പറ്റാത്തത്ര കടം എന്റെ തലയെ കെട്ടി വെച്ചിട്ട് ഒരാള് ഒന്നും പറയാതെ അങ്ങ് പോയി. ഇനി അടുത്താക്ക് പോവാൻ എന്റെ അനുവാദം വേണോ തള്ളേ? നീ ആരെ തോൽപ്പിക്കാനാടാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? കുടിച്ച് ബോധം നശിച്ചാണ് നീ ഈ കുടുംബത്തിലേക്ക് കയറി വരുന്നത്. മോനെ, ഇനി ഈ കുടുംബത്തിന്റെ നാഥൻ നീയാണോ? നീ കുടുംബനാഥനായിട്ട് വാഴിക്കാത്തതിന്റെ കുറവേ ഉള്ളു. 1.5 കോടി രൂപയുടെ കടം. പൊന്നെന്തോട്ടസിൽ ഉറുമ്പീസിനെ പോലെ ഞാൻ കടങ്ങൾ വാരിക്കൂട്ടാം. വീട്ടാൻ പറ്റാതെ വരുമ്പോ ഒരു കുപ്പി വിഷം മേടിച്ച് ഞാനും ജീവൻ കൊടുക്കാം. തള്ളക്ക് മതിയാകില്ലേ? മോനെ, എപ്പോഴാണ് ഞാൻ നിന്റെ ശത്രുവായത്? പറയണ, എന്ത് തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്തത്? എപ്പോഴാണ് നിന്നെ ഞാൻ ശത്രുവായത്? 10 മാസം ചുമന്ന് പെട്ടതാണോടാ ഞാൻ ചെയ്ത തെറ്റ്? 10 മാസം ചുമന്ന് പ്രസവിക്കാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഞാൻ? ഭൂമിയിലേക്ക് പറത്തി വിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. അവന്റെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ച് വളർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോന്നോ? ജന്മം തന്നതിന് പകരമായിട്ട് അവന്റെ തലയിൽ എടുത്ത പൊങ്ങാത്തത്ര ഭാരം കെട്ടിവെച്ചിട്ട് കുടുംബ ബന്ധങ്ങളുടെ മഹിമയെ കുറിച്ച് പ്രസംഗിക്കരുത്. നിങ്ങൾ വളർത്താൻ പറ്റിയില്ലെങ്കിൽ ജനിപ്പിക്കരുത്. പുത്രനെന്ന വാക്കിന്റെ അർത്ഥമറിയാതെ വ്യർത്ഥമായി പായും യൗവനങ്ങളെ വാർദ്ധക്യമേറ്റുവാങ്ങി നിങ്ങളും നാളെ ഈ വഴിയിൽ. അതാണീ പ്രപഞ്ച സത്യം, അതാണീ ഈശ്വര പ്രപഞ്ച സത്യം. നിങ്ങൾക്ക് കാണാൻ പാടില്ലേ ഞാനിവിടെ ഗുരുദേവ കീർത്തനം ചൊല്ലുകയാണ്. പ്രാർത്ഥന എന്ന് പറയണതേ മുഴുവൻ ആളുകൾ ഒന്നിച്ചിരുന്ന് ചെയ്യേണ്ട കർമ്മമാണത്. അറിയാം. ഇതിപ്പോ ഒരു കുടുംബമല്ലല്ലോ. കരഞ്ഞും ശപിച്ചും പരസ്പരം കുറ്റം പറഞ്ഞും ശത്രുക്കളെ പോലെ കഴിയുന്ന ഒരു അന്തി ഇറങ്ങുന്ന ഒരു സത്രല്ലേ? ഒച്ച വെക്കണ്ട. എന്നെ ഒന്നിനും ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലേ അത് എന്നെ വളർത്തി എന്റെ അമ്മയുടെ അമ്മയെ പറ്റൂ. നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചാലേ ആ സമയം വേസ്റ്റാ. എടി, നിന്റെ കെട്ടിയവന്റെ തള്ളയാടി ഞാൻ. എന്നെ ധിക്കരിച്ച് ഇവിടെ കഴിയാമെന്ന് നീ കരുതുന്നുണ്ടോ? നീ നാട് മുഴുവൻ വിറപ്പിക്കുന്നവനെ എന്റെ ഡാഡി. ഒരു പരിധിയിൽ കൂടുതൽ ഡാഡി എന്നെ ഒന്നിനും നിർബന്ധിക്കാറില്ല. കാര്യം എന്താണെന്നറിയോ തള്ളക്ക്? നീയൊക്കെ അങ്ങനെയുള്ളവളാണെന്നേ ഞാൻ വന്ന് കേറിയപ്പോഴേ പറഞ്ഞതാണ്. നിങ്ങളെ പോലെ അത്ര കൺട്രി അല്ല എന്റെ ഡാഡി. നിന്റെ അഹങ്കാരം ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലടി. നിനക്ക് വെച്ച് വിളമ്പയും നിന്റെ തുണി അലക്കിയും പഞ്ചപുച്ച മടക്കി നിൽക്കാനായിട്ടേ എന്നെ ഇവിടെ കിട്ടില്ല. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ എങ്ങനെ വേണം അങ്ങനെ വേണം നീ ഇവിടെ കഴിയാൻ. മനസ്സില്ലെങ്കിലോ നിങ്ങൾ എന്നെ എന്തോ ചെയ്യും? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയും എന്റെ ഡ്രസ്സ് വാഷ് ചെയ്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. ഇല്ലെങ്കിൽ പോകാൻ വേറെ സ്ഥലം നോക്കിക്കോണം. നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ച കടം മുഴുവൻ വീട്ടിയതേ എന്റെ ഡാഡിയാ. ഇപ്പൊ ഇവിടെയുള്ളവരിരുന്ന് വെട്ടി വിഴുങ്ങുന്നതേ എന്റെ ഡാഡിയുടെ കാശ് കൊണ്ടാ. അതും മറന്ന് എന്നെ ഭരിക്കാവുന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കയറി വരുന്നവർക്ക് ആ മാന്യത വേണം, എന്നാലേ അത് തിരിച്ചു കിട്ടും. എന്താ സൂസന്റെ ഇത്? ഞാൻ പൊന്നുപോലെ വളർത്തിയ മോളാ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ കുറച്ച് വാത്സല്യം കൊടുത്തുപോയി. അവൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിച്ചേക്ക്. എങ്കിലും അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ മകളെ ഇവിടെ കയറി വന്നപ്പോഴേ ഈ കുടുംബത്തിന്റെ അടിത്തറ ഇറങ്ങിയ. ഇപ്പൊ നിങ്ങൾ വന്നത് പൂർത്തിയാക്കി. മതിയായില്ലേ നിങ്ങൾക്കത്? ഇനി ഈ വീട്ടിൽ കാണാൻ പറ്റാത്തത് പലതും കാണേണ്ടി വരും. അതിനൊക്കെ ഇങ്ങനെ പ്രതികരിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. കയറി വരുന്നവരോട് മാന്യമായി പെരുമാറുക. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇനി മുതൽ നിങ്ങളുടെ ജോലി. തികച്ച ഒരു സർവന്റ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ച പണം എനിക്ക് കിട്ടിയിരിക്കണം. 2 ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ. ടോണി, എനിക്ക് കോഴ്സ് പൂർത്തിയാക്കണം. നാളെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. നിന്റെ ഡാഡിയുടെ കയ്യിൽ ധാരാളം പണമുണ്ടല്ലോ. ഡാഡിയോട് ചോദിക്കൂ. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇത് പറയാൻ.
എന്റെ ആവശ്യങ്ങൾ പിന്നെ ഞാൻ ആരോട് പറയും? ശിഖ, നീ എന്തോന്ന് എന്നെ മനസ്സിലാക്കാത്തത്? ഇത്രയും പണം ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാണ്? നിനക്ക് ഫീസ് അടച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോദിക്കാം നിന്റെ ഡാഡിയോട്. കിട്ടിയ പെണ്ണിനെ പോറ്റേണ്ടത് അമ്മായിയപ്പന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ടല്ലടാ മാര്യമോനെ. തന്നിഷ്ടത്തിന് തുടങ്ങി വെച്ച ജീവിതം അത് അന്തസ്സായിട്ട് ജീവിച്ചു തീർക്കണം. കള്ളു കുടിച്ച് തെക്കിവിടെ കിടന്ന കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്റെ മോള് ചോദിച്ച പണം നാളെ നേരം വെളുക്കും മുമ്പ് നീ കൊടുത്താൽ നിന്നെ ഞാൻ മരുമോനായിട്ട് അംഗീകരിക്കും. എന്റെ കയ്യിൽ ഒത്തിരി പണമുണ്ട്, പക്ഷെ നിനക്ക് ഞാൻ തരില്ല. നിന്നെ ഞാൻ സഹായിച്ചാൽ നീ അധ്വാനിക്കില്ല. ധാരാളിയായ അപ്പന്റെ കയ്യിൽ നിന്നും പണമെണ്ണാൻ മാത്രമേ നീ നിന്റെ കൈ അലക്കിയിട്ടുള്ളൂ. അത് ഉണ്ടാക്കാനുള്ള വഴി നീ ആലോചിച്ചിട്ടില്ല. ഇങ്ങോട്ട് നോക്കടാ, നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ആലോചിക്ക്. നിനക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. എന്ത് ചെയ്താലും ഞാൻ നിന്നെ സഹായിക്കും. ശിഖ, come on. ഞാൻ അമ്മച്ചി ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? എനിക്ക് കുറച്ച് രൂപ വേണമല്ലോ. എനിക്ക് പണം ആവശ്യമായിട്ട് വന്നിട്ടില്ല. എന്റെ ആഗ്രഹങ്ങളെല്ലാം അപ്പച്ചൻ സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇരിക്കാൻ പാചകമടി വേണ്ട. എനിക്ക് നാളെ നേരം വെളുക്കുന്നതിനുള്ളിൽ 2 ലക്ഷം രൂപ കിട്ടിയതിൽ അതെന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും? കൊല്ലാൻ പോലും മടിക്കില്ല. ഈ അമ്മച്ചിനെ കൊന്ന അത്രയും പണം നിനക്ക് കിട്ടുവാടാ? കൊല്ലടാ, നിന്റെ കൈകൊണ്ട് ഞാൻ ചാടട്ടെ. കൊല്ലടാ, കൊല്ലി. തള്ളയെ കൊന്ന് ജയിലിൽ പോകുന്നത് ശരിയല്ല. തള്ളയെ കൊന്നതിന് ഒരു അന്തസ്സില്ല. ഒരുത്തരെ കൊല്ലണമെങ്കിൽ അത് കരുത്തനെ കൊല്ലണം. കരുത്തനെ കൊല്ലണം. തൽക്കാലം എന്റെ കാര്യം സാധിക്കാൻ നിങ്ങളുടെ ഈ താലിമാല മതി. വേണ്ട, ഇത് ഞാൻ തരില്ല. ഇത് നിന്റെ അപ്പം കെട്ടിയ താലിയാണ്. ഇത് ഞാൻ തരില്ല. വേണ്ട മോനെ, വേണ്ട. നിങ്ങ തരണ്ട. എന്റെ അപ്പം കെട്ടിയ താലി ഞാനിങ്ങ് എടുക്കുക. ഭൂമിയിലെ ജീവിതം അവശേഷിപ്പിച്ച ധർമ്മങ്ങളുടെയും നന്മതിന്മകളുടെയും വിളവെടുപ്പിനു വേണ്ടി അല്പസമയം നമുക്കൊന്ന് കാതോർക്കാം. ഈ യാത്ര ഒരു ഇടവേളയാണ്. ഈ കാലഘട്ടത്തിൽ സ്വയം മാറിയവരും മാറി സഞ്ചരിച്ചവരും യാഥാർത്ഥ്യമാണ്. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. സംരക്ഷിക്കപ്പെടേണ്ട സത്യത്തിന് മുന്നിൽ നമുക്ക് ആ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഹലോ, അതെ, ഡോക്ടറാണ്. പറഞ്ഞോളൂ. ഇല്ല, ഞാനിന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടാകില്ല. നാളെ വന്നോളൂ. ഇന്ന് എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ്. ഭാര്യയും കുട്ടി ഒന്ന് പള്ളി വരെ പോകണം. നാളെ വിളിച്ചിട്ട് വന്നോളൂ. ഓക്കെ. ഈ നമ്പർ ആര് തന്നാണ്? ഓ, ജോർജ് വിളങ്ങാടൻ. അദ്ദേഹം എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അദ്ദേഹത്തെ റിലേറ്റീവ് ആണോ? ശരി, എന്നാ പറഞ്ഞ പോലെ നാളെ വിളിച്ചിട്ട് വന്നോളൂ. ഓക്കെ. ശിഖ, സമയം ഒരുപാടായി. ശരി, എന്നാ പെട്ടെന്നാകട്ടെ. അല്ല ശിഖ, അമ്മച്ചിക്ക് ശ്വാസം മുട്ട് വരാൻ എന്താ കാര്യം? തണുത്തത് വല്ലതും കൊടുത്തോ? മരുന്നുകളൊക്കെ അവൾ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ലേ? ഇന്നലെയും കൂടി ഡോക്ടർ തോമസ് പറഞ്ഞതാണ് 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന്. പിന്നെ വീൽ ചെയറിന്റെ സഹായം വേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ടോണിക്ക് അമ്മച്ചിയെ നോക്കായിരുന്നു. അത് ശരിയാകില്ലടോ.
ഞാൻ നോക്കിയാൽ അമ്മച്ചി അത്ര സീരിയസ്നെസ്സേ കാണൂ. മറ്റൊരു ഡോക്ടർ ആകുമ്പോൾ അമ്മച്ചി എല്ലാം അനുസരിക്കുകയും ചെയ്യും, മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും. ടോണി ഓർക്കുന്നുണ്ടോ, ഞാനിവിടെ വന്ന നാളുകളിൽ എന്തുമാത്രം ഞാൻ അമ്മച്ചിയെ നോവിച്ചിട്ടുണ്ട്, ഡാഡിയെ കൂട്ടുപിടിച്ച് എന്തുമാത്രം ആ പാവത്തിനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ അഹങ്കാരത്തിന് തമ്പുരാൻ തന്ന ശിക്ഷ എന്തുമാത്രം വലുതായിരുന്നു. കുബേരൻ കേസിൽ ഡാഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ നടുക്കടലിലകപ്പെട്ട അവസ്ഥയായിരുന്നില്ലേ എനിക്ക്. വിഷമിക്കല്ലോ, എല്ലാം വിധിയാണ്, അനുഭവിച്ചേ പറ്റൂ. നമ്മൾ ബെയിലിന് ശ്രമിക്കാഞ്ഞിട്ടല്ലോ. ഒരു കേസ് കഴിയുമ്പോൾ മറ്റൊരു കേസ്. അത്രക്കധികം പാവം നിന്റെ ഡാഡി പാവങ്ങളോട് ചെയ്തിട്ടുണ്ട്. ആ അല്ല, താൻ കരയുകയാണ്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് അടുത്ത ആഴ്ച ഡാഡിയെ പോയി കാണാം. ഞാൻ വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ? നമ്പറിലെ പേഷ്യന്റ് ഫയലാണ്. സാറിനോടൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. കൊച്ചമ്മയുടെ ഭക്ഷണമെല്ലാം റെഡിയായോ? ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട രമണ, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, അപ്പൊ കൊടുത്തേക്കാം. നീ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ ബാ കഴിക്കാം. വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. ലക്ഷ്മിക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഇഡലിയും ദോശയും ചമ്മന്തിയും എല്ലാം വാങ്ങിച്ചു വെച്ചു. പക്ഷേ കൊച്ചമ്മയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും കഴിക്കാതെ എൻ്റെ പാവം ലക്ഷ്മിക്കുട്ടി അവിടെ ഒരേ ഇരിപ്പാ. ഭക്ഷണം കൊണ്ടേ കൊടുത്തിട്ട് കൊച്ചമ്മ കഴിച്ചിട്ട് കഴിക്കാമെന്നാ പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ സാർ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നല്ലോ. അപ്പന്റെ നേളായി നടന്നവനാണ് ഇവൻ. ഇപ്പോഴും എൻ്റെ കൂടെ. ഞാനും അവനും തമ്മിൽ 5-10 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവന്റെ ഒപ്പമാണ് ഞാൻ കളിച്ചു വളർന്നത്. അവനിപ്പോ വിളിച്ചത് കേട്ടില്ലേ സാറേ? അതാ അവന്റെ മര്യാദ. പണ്ട് വിളിച്ച പോലെ എടാ വാടാന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ വർക്കി മെമ്മോറിയൽ മെഡിക്കൽ മിഷന്റെ MD-യാ. പോരാത്തതിന് ഡോക്ടർ. രമണൻ അവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്. ശരിയാ. എടോ, നമുക്ക് പള്ളിയിലും പോയി അമ്മക്ക് ഭക്ഷണവും കൊടുത്തിട്ട് നമുക്ക് കുട്ടിയെ ഒന്ന് കാണാൻ പോയാലോ? എത്ര നാളായിടോ നമുക്ക് കുട്ടിയെ കണ്ടിട്ട്. തൻ്റെ ഒറ്റ പിടിവാശിയാ. അല്ലെങ്കിൽ ഇവിടെ പഠിക്കേണ്ട കുട്ടിയാ. അപ്പൻ്റെ അമ്മയുടെയും ലാളനയേറ്റ് വളരേണ്ട പ്രായം. വെറുതെ ബോർഡിങ്ങിലാക്കണ്ടായിരുന്നു. ഇപ്പൊ പോവണ്ട. അല്ലെങ്കിൽ തന്നെ എത്ര സമയം ഡ്രൈവ് ചെയ്യണം? നമുക്ക് അമ്മച്ചി ഡിസ്ചാർജായി വന്നിട്ട് മോളെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അതാകുമ്പോൾ അമ്മച്ചിക്കും അതൊരു റിലീഫാവും. നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നതല്ലേ ടോണി, നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യൂ. ശരിക്കും ടോണിയുടെ അമ്മച്ചി ഒരു ദേവത തന്നെയായിരുന്നു. നമ്മളോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു. അവസാനം നമ്മൾ അവരോട് കാണിച്ചതോ ഞാൻ ചെയ്തത് എൻ്റെ അഹങ്കാരം കൊണ്ടാന്ന് വെക്കാം. പക്ഷെ ടോണി അമ്മച്ചിയോട് ചെയ്തതോ ഡാഡിയുടെ വാക്കും കേട്ട് അമ്മച്ചിയെ നനച്ചാൽ നമ്മൾ വേറെ വീടെടുത്ത് മാറിയില്ലേ? ഇതൊക്കെ തന്നെ ആവും നാളെ നമ്മുടെ താൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. വെറുതെ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം താമ്പരത്തേക്ക് അടുത്തല്ലേ? ഞാനാണെങ്കിൽ കുട്ടിയെ കാണാൻ പോകുന്ന ത്രില്ലിലാണ്. താൻ ഇന്നത്തെ ദിവസം വെറുതെ നശിപ്പിക്കല്ലേ? ഡോക്ടർ തോമസ് ആണല്ലോ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. നോ ഡോക്ടർ, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇല്ല.
അമ്മച്ചിക്കായി കരുതി വെച്ച ഈ ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ അപ്പൊ തന്നെ ഓർമ്മ ദിവസം എന്റെ അമ്മ ആ ദിവസം തന്നെ നമ്മ വിട്ടുപോയടോ. അവസാന നിമിഷം കൊച്ചമ്മയുടെ അടുത്ത് ഞാനും എന്റെ പെങ്ങളും മാത്രം. ബാഗിൽ നിന്നും ഇതെടുത്ത് തന്നിട്ട് ടോണി മോന് കൊടുക്കണേ എന്ന് പറഞ്ഞു. രണ്ട് കരങ്ങളും എന്റെയും എന്റെ പെങ്ങളുടെയും രണ്ട് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളം വേണം എന്ന് ഭാഗ്യം കാണിച്ചു. രാവിലെ ശവാക്ഷി വെച്ചിരുന്ന ചായ, ആ തണുത്ത ചായ അവൾ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തു. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം ഒരക്കിൽ വന്ന് തീർന്നു. അതോടെ തീർന്നു. അമ്മാമ്മയുടെ പേരുള്ള അവസാനത്തെ സ്വത്തിന്റെ ഡോക്യുമെന്റ്സാ. എന്റെ സ്വത്ത് എന്റെ അമ്മയായിരുന്നടാ. ആ അമ്മ പോയിട്ട് എനിക്ക് എന്ത് കിട്ടിയിട്ടെന്താ കാര്യം? കടക്കിടലിൽ അകപ്പെട്ടവനെ പോലെയാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ എന്റെ പച്ചയായ ജീവിതത്തിന്റെ താളമില്ല, ശ്രുതിയില്ല, എങ്ങും എങ്ങും കൂരിട്ട് മാത്രം. ഇത് നിനക്കും ശ്രീലക്ഷ്മിക്ക് അവകാശപ്പെട്ടതാണ്. അമ്മയുടെ അവസാന നാളുകളിൽ മക്കളുടെയും മരുമക്കളുടെയും സാമീപ്യം ആഗ്രഹിച്ച എന്റെ അമ്മയ്ക്ക് കൂടെ ഉണ്ടായത് നിങ്ങളാണ്. അവസാനം ഒരു തുള്ളി വെള്ളം തൊട്ട് കൊടുത്തത് നിങ്ങളാണ്. ഇരുളടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൽപ്പം വെളിച്ചം ആവുമെങ്കിൽ എന്റെ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കപ്പെടാ. ഇത് നിനക്കുള്ളതാണോ? തോണികൾ പലതും തകരും ചുഴിയിൽ തുഴഞ്ഞു കയറാനുഴറും നാം. തീരം കാണാ തിരകളെ പോലെ തീരാ ദുഃഖിതരല്ലോ നാം. അച്ചായോ, അന്ന് ആശുപത്രിയിൽ ഡോക്ടർ 10 സെക്കൻഡ് എന്ന് പറഞ്ഞു പോയില്ലേ? പിന്നെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ എന്താ സംഭവിച്ചത്? ഞാനന്ന് ശരിക്കും മരിച്ചതാണോ? ശരീരത്തിന് ഭാരമില്ലാതെയായി. പൊങ്ങിപ്പറന്ന് എങ്ങോട്ടോ പോയി. അവിടെയും ഇവിടെയും നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
എനിക്കൊന്നും മനസ്സിലായില്ല. പൊടുന്നനെ അഗാധമായൊരു കുഴിയിലേക്ക് ഞാൻ വീണു. രക്ഷിക്കണേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വളയിട്ട 2 കൈകൾ എന്നെ വലിച്ചു പുറത്തേക്കിട്ടു. ആ കൈകളിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നനവുണ്ടായിരുന്നു. വിതയ്ക്കാതെ കൊയ്യാതെ വിളവ് ശേഖരിക്കാതെ വിഹായസിൽ വിഹരിക്കും പറവകളെ, വിശക്കാതെ നിങ്ങൾക്കും ആഹാരം തരും നല്ല പിതാവിനെ നമുക്കൊത്ത